ഹായ് ഗൈസ്, നിങ്ങളുടെ ചാനൽ സെൻട്രിശാല ബൈ സെൻട്രിക്സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ. എൻ്റെ പേര് അനുജാണ്. നിങ്ങൾ കാണുന്നത് നേസം സീരീസ് 21 പാസ് ഫോർ സ്യൂർ വീഡിയോകളാണ്. നേസ്മയുടെ പംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ വീഡിയോകൾ ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ചാപ്റ്റർ നമ്പർ 3 ചർച്ച ചെയ്യാനാണ് പോകുന്നത്. ചാപ്റ്റർ നമ്പർ 3 ആണ് സ്റ്റോക്കുകളിൽ നിക്ഷേപം ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നിക്ഷേപം നടത്താം. ഇന്ന് ഈ ചാപ്റ്ററിൽ നാം ഏത് വിഷയങ്ങളാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം വരുന്നത് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിൽ ഇക്വിറ്റി ഒരു നിക്ഷേപ അവസരമായി കാണുന്നത്. ഇക്വിറ്റി നിക്ഷേപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള റിസ്കുകൾ ഡൈവേഴ്സിഫിക്കേഷൻ വഴി റിസ്ക് മാനേജ് ചെയ്യുന്നത്, ഇക്വിറ്റി റിസർച്ച് പ്രക്രിയയും സ്റ്റോക്ക് തിരഞ്ഞെടുപ്പും, അതിനുശേഷം ഇക്വിറ്റി നിക്ഷേപത്തിൻ്റെ ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ അനാലിസിസ് എന്നിവയാണ്. അതിനാൽ ഇന്ന് നാം ഇക്വിറ്റിയുടെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി ഇക്വിറ്റിയിൽ നിക്ഷേപം എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പോകുകയാണ്. ഇക്വിറ്റിയിൽ നിക്ഷേപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇക്വിറ്റിയിൽ എന്താണ് റിസ്ക്, ഡൈവേഴ്സിഫിക്കേഷൻ എന്നത് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, നാം എങ്ങനെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം, നാം കണ്ടെത്താൻ കഴിയുന്ന വിവിധ റേഷ്യോകൾ എന്തൊക്കെയാണ്, ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യം എങ്ങനെ കണ്ടെത്താം, എന്തെല്ലാം രീതികളാണ് അവിടെ ഉള്ളത്, ഫ്രീ കാഷ് ഫ്ലോഡ് ഇക്വിറ്റി, ഫ്രീ കാഷ് ഫ്ലോഡ് ഫർമ് തുടങ്ങിയ ചില രീതികൾ ഉണ്ട്. അവ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യം കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നേസം സീരീസ് 21 മണി ഫണ്ട് ചാപ്റ്റർ നമ്പർ 3 ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷ. ആദ്യം നമുക്ക് ഇക്വിറ്റി എന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി സംസാരിക്കാം. നോക്കൂ, സെക്യൂരിറ്റീസ് മാർക്കറ്റ് നിക്ഷേപകർക്ക് അവരുടെ അധിക ഫണ്ടുകൾ നിക്ഷേപിക്കാനും ആവശ്യമെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും അവസരം നൽകുന്നു. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വിവിധ ഇൻസ്ട്രുമെൻറ്റുകളിൽ അത് ഇക്വിറ്റിയാകട്ടെ, ഡെറ്റായിരിക്കട്ടെ, ആർക്കും ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ, അധിക പണം ഉണ്ടെങ്കിൽ അവർ അതിൽ നിക്ഷേപം നടത്താം. കൂടാതെ ഏത് സമയത്തും അതിനെ ലിക്വിഡ് ആക്കാനും, അതായത് വിൽക്കാനും കഴിയും. ലിക്വിഡിറ്റി എന്നത് മാർക്കറ്റ് കഴിവിനെ സൂചിപ്പിക്കുന്നു, അതായത് ഒരാൾക്ക് വാങ്ങേണ്ടി വരുമ്പോൾ വിൽപ്പനക്കാരുടെ നിലനിൽപ്പ്. ലിക്വിഡിറ്റിയുടെ അർത്ഥം എന്തെന്നാൽ ആരെങ്കിലും വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാർക്കറ്റിൽ വാങ്ങുന്നവർ ലഭ്യമായിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റി വാങ്ങുമ്പോൾ അതിനായി നിങ്ങൾക്ക് വിൽപ്പനക്കാരൻ ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റി വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അതായത് ലിക്വിഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനായി നിങ്ങൾക്ക് വാങ്ങുന്നവൻ ആവശ്യമുണ്ട്. ഇതെല്ലാം സെക്യൂരിറ്റീസ് മാർക്കറ്റ് നിങ്ങൾക്ക് സാധ്യമാക്കുന്നു. കൂടാതെ 2 രീതികളിലാണ് ഒരു കമ്പനി മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കാൻ കഴിയുന്നത്. ഒന്നാമത് ഇക്വിറ്റിയുടെ മുഖേനയും രണ്ടാമത് ഡെറ്റിൻ്റെ മുഖേനയും. നാം ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കാം. ഇന്നത്തെ വിഷയം മുഴുവൻ ഇക്വിറ്റിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അതായത് ഒരു നിക്ഷേപമായി ഇക്വിറ്റി. എപ്പോഴെങ്കിലും ഒരു കമ്പനി ഇക്വിറ്റി സെക്യൂരിറ്റികൾ ഇറക്കുമ്പോൾ അതിന് ഷെയർ ഹോൾഡർമാരിൽ നിന്ന് ലഭിക്കുന്ന തുക തിരികെ നൽകേണ്ടെന്നു കരുതുന്ന ഒരു കരാർ ബാധ്യതയല്ല ഇത്. നിങ്ങൾ ഒരു ഇക്വിറ്റിയിൽ നിക്ഷേപം നടത്തുമ്പോൾ കമ്പനി നിങ്ങളുടെ ഷെയർ ഹോൾഡർമാർക്ക് തുക തിരികെ നൽകേണ്ടെന്നു കരുതുന്ന യാതൊരു കരാർ ബാധ്യതയും ഇല്ല. നിങ്ങൾ ഇക്വിറ്റിയിൽ നിക്ഷേപം ചെയ്തതിലൂടെ അതിൻ്റെ ബിസിനസ്സിൽ തന്നെ നിങ്ങൾ നിക്ഷേപം ചെയ്തതായാണ് കാണപ്പെടുന്നത്. ആ ശതമാനത്തിൽ ആ ബിസിനസ്സിൻ്റെ ഉടമ നിങ്ങളാണ്. ബിസിനസ്സിൻ്റെ പങ്കാളിത്തത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട്. അതിനാൽ കമ്പനി നേടുന്ന ലാഭത്തിൽ അതേ ശതമാനത്തിൽ നിങ്ങൾക്കും പങ്ക് ലഭിക്കും. അതുപോലെ തന്നെ കമ്പനി നേരിടുന്ന നഷ്ടങ്ങളിൽ പോലും നിങ്ങളുടെ പങ്ക് ഉണ്ടാകും. അതിനാൽ തന്നെ ഇക്വിറ്റി നിക്ഷേപകരോട് കമ്പനി യാതൊരു ബാധ്യതയും ഇല്ല. കമ്പനി നിങ്ങൾക്ക് ഏതെങ്കിലും കാഷ് ഫ്ലോ നൽകണം, അല്ലെങ്കിൽ കാഷ് ഫ്ലോയുടെ ഒരു നിര നൽകണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പേയ്മെൻറ്റ് നിർവചിച്ചിട്ടുമില്ല. ഇക്വിറ്റി നിക്ഷേപകർക്ക് വോട്ടിംഗ് അവകാശവും ലഭിക്കും. കൂടാതെ നിങ്ങൾ ഒരു കമ്പനിയിൽ നല്ലൊരു അളവിൽ ഷെയറുകൾ കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ്സിലും മാനേജ്മെൻറ്റിലും നിങ്ങൾക്ക് പങ്കാളിയാകാനുള്ള അവസരവും ലഭിക്കും. ഇക്വിറ്റി ഷെയറുകളിൽ നിക്ഷേപകർ നിക്ഷേപം നടത്തുമ്പോൾ അവർക്ക് അവരുടെ മൂലധനം വളരാൻ 2 വഴികളാണ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ്. അവർ നിക്ഷേപിച്ച പണത്തിൽ കുറച്ച് വളർച്ച ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തേത് ഡിവിഡൻഡ് വരുമാനമാണ്, അതായത് ആ പ്രത്യേക സെക്യൂരിറ്റിയോ ആ ഷെയറോ ആ കമ്പനിയോ അവർക്ക് ഡിവിഡൻഡും നൽകണം. ഇരു സാഹചര്യങ്ങളിലും ക്യാപിറ്റൽ അപ്രിസിയേഷനും ഡിവിഡൻഡ് വരുമാനവും ലഭിക്കും എന്നതിൽ ഒരു ഇക്വിറ്റി നിക്ഷേപകന് കമ്പനി യാതൊരു ഉറപ്പും നൽകുന്നില്ല. ഇത് മുഴുവൻ കമ്പനിയിലേക്കാണ് ആശ്രയിക്കുന്നത്. ഡിവിഡൻഡ് പേയ്മെൻറ്റ് കമ്പനിയുടെയും ലാഭകരതയിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ മാർക്കറ്റ് സാഹചര്യങ്ങളിലും കമ്പനി എങ്ങനെ വളരുന്നു, എങ്ങനെ കമ്പനിയുടെയും വരുമാനം കാലക്രമേണ വർദ്ധിക്കുന്നു എന്നതിലുമാണ് ആശ്രയിക്കുന്നത്. അത് അനുസരിച്ച് കമ്പനിയുടെയും ഷെയർ വില ഉയരുന്നു. നിക്ഷേപകർ അവർ നിക്ഷേപിച്ചിരിക്കുന്ന ഇക്വിറ്റിയിൽ നിന്ന് റിട്ടേൺ ലഭിക്കുന്നു. കൂടാതെ കമ്പനിക്ക് മതിയായ ലാഭം, വിതരണം ചെയ്യാവുന്ന ലാഭം ഉണ്ടെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ഡിവിഡൻഡ് രൂപത്തിൽ നൽകാനും കഴിയും, അതായത് ഇക്വിറ്റി നിക്ഷേപകർക്ക്. അതിനായി യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ഇക്വിറ്റി നിക്ഷേപം ഈ 2 കാര്യങ്ങൾക്കായാണ് ചെയ്യുന്നത്. ആദ്യത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, രണ്ടാമത് ഡിവിഡൻഡ് വരുമാനം.
ഇപ്പോൾ നോക്കൂ, ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു റിസ്ക് ഫ്രീ ആസറ്റിൽ നിക്ഷേപം നടത്തി ഒരു നിക്ഷേപകൻ റിസ്ക് ഫ്രീ റേറ്റ് സമ്പാദിക്കാം. അവന് സ്ഥിരമായ വരുമാനം വേണമെങ്കിൽ അല്ലെങ്കിൽ അവനു അത്ര റിസ്ക് എടുക്കേണ്ടതില്ല. പക്ഷേ അവൻ കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടുകയാണെങ്കിൽ അവൻ അധികം റിസ്ക് എടുക്കേണ്ടി വരും. അതാണ് ഈക്വിറ്റിയിൽ. അതിനാൽ ആ അധിക റിസ്കിന് കിട്ടുന്ന കോമ്പൻസേഷൻ തന്നെയാണ് ഈക്വിറ്റിയിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ. അതാണ് അതിൻ്റെ പ്രതിഫലം. നാം ഈക്വിറ്റിയിൽ നിക്ഷേപം ചെയ്ത് എടുത്ത റിസ്കിന് കമ്പൻസേഷൻ ലഭിക്കുന്നു. നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആസ്തിയിൽ പണം നിക്ഷേപിക്കാം. നിങ്ങൾക്ക് ഡെറ്റിൽ പണം നിക്ഷേപിക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ പണം നിക്ഷേപിക്കാം. അവിടെ റിസ്ക് ഇല്ല. അവിടെ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ റേറ്റ് ലഭിക്കും. അവിടെ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ റേറ്റ് സമ്പാദിക്കാം. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇക്വിറ്റി ഷെയറുകളിൽ നിക്ഷേപിക്കണം. ഇപ്പോൾ നാം സംസാരിക്കാം ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകൾ വഴി റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്നതിനെക്കുറിച്ച്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളിൽ നാം നമ്മുടെ റിസ്ക് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം? നോക്കൂ, ഇക്വിറ്റിയിൽ നാം എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു എന്ന്. ഡൈവേഴ്സിഫിക്കേഷൻ വഴി നമുക്ക് ഒരു പരിധിവരെ റിസ്ക് കുറയ്ക്കാൻ കഴിയും. ഡൈവേഴ്സിഫിക്കേഷൻ 2 രീതിയിലുമാണ് ചെയ്യാൻ കഴിയുന്നത്, അതായത് ക്രോസ് സെക്ഷണലായും ടൈം സീരീസ് അടിസ്ഥാനത്തിലും. അതിനാൽ ക്രോസ് സെക്ഷണലായും നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ കഴിയും. ടൈം സീരീസ് അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ കഴിയും. ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാനുള്ള നമ്മുടെ ഏക ലക്ഷ്യം റിസ്ക് കുറയ്ക്കുന്നതാണ്. നാം എപ്പോഴും റിസ്ക് കുറയ്ക്കുന്നതിനായി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നു. കൂടാതെ പരസ്പരം കുറച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളിലാണ് നാം പണം നിക്ഷേപിക്കുന്നത്. അർത്ഥം, ഫിനാൻസിൽ ഒരു പഴയ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരേ കൂടിൽ വെക്കരുത്. അത് അർത്ഥമാക്കുന്നത് ഇക്വിറ്റിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റർക്ക് വെറും ഒരു ബിസിനസ്സിൽ മാത്രം പണം നിക്ഷേപിക്കരുത് എന്നതാണ്. പക്ഷേ വിവിധ സെക്ടറുകളിലും പ്രദേശങ്ങളിലും ഒരു ഇൻവെസ്റ്റർ നിക്ഷേപം നടത്താം. അതിലൂടെ തൻ്റെ റിസ്ക് കുറയ്ക്കാം. കൂടാതെ വ്യത്യസ്ത ബിസിനസ്സുകളുടെ ഷെയറുകൾ കൈവശം വെച്ച് തൻ്റെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനും കഴിയും. അതിനാൽ നിങ്ങളുടെ എല്ലാ മുട്ടകളും അല്ലെങ്കിൽ എല്ലാ നിക്ഷേപങ്ങളും ഒരു പ്രത്യേക സെക്യൂരിറ്റിയിലോ ഒരു പ്രത്യേക കമ്പനിയിലോ വെക്കുന്നതിന് പകരം ഏതൊരു ഇൻവെസ്റ്ററും തൻ്റെ നിക്ഷേപം ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. അവൻ തൻ്റെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം. അതിനാൽ വിവിധ വ്യവസായങ്ങളിലോ വിവിധ ബിസിനസ്സുകളിലോ അവൻ തൻ്റെ പണം നിക്ഷേപിക്കാം. ഞാൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബിസിനസ്സിലൂടെ അല്ലാതെ നിങ്ങൾ പല ബിസിനസ്സുകളിലും പണം നിക്ഷേപിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ വെറും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാം ഡൈവേഴ്സിഫിക്കേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നത് ബിസിനസ് സൈക്കിളുകളും കൗണ്ടർ സൈക്ലിക്കൽ ബിസിനസ്സുകളും എന്ന ആശയമാണ്. നിങ്ങൾക്ക് ഈ ടേബിൾ ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ബിസിനസ് സൈക്കിൾ ഈ ടേബിളിൽ കറുത്ത രേഖയിലൂടെ കാണിച്ചിരിക്കുന്നു. അതിനാൽ ചില ബിസിനസ്സുകൾ അവരുടെ ഉച്ചസ്ഥിതിയിലായിരിക്കാം, ചില ബിസിനസ്സുകൾ ഉച്ചത്തിൽ അല്ല. അവ വളരെ താഴേക്ക് പോകുന്ന ഘട്ടത്തിലാണ്. ഇവിടെ ബ്രോക്കൺ ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത് പോലെ ചില ബിസിനസ്സുകൾ മുകളിൽ ഉണ്ട്, അവരുടെ ഉച്ചസ്ഥിതിയിലാണ്. കമ്പനി വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു, എന്നാൽ ചില ബിസിനസ്സുകൾ അത്ര നല്ലതല്ല. അവ വളരെ താഴ്ന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം വളരെ താഴ്ന്ന നിലയിലാണ്, അതായത് അവരുടെ ലാഭം വർദ്ധിക്കുന്നില്ല. കമ്പനി വളരെ കഠിനമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇതാണ് ആ പ്രോഡക്റ്റ്, അതാണ് ബിസിനസ്. ഇവയെ കൗണ്ടർ സൈക്ലിക്കൽ ഡിഫൻസ് ബിസിനസ് എന്ന് വിളിക്കുന്നു. ഈ പ്രോഡക്റ്റുകളും ബിസിനസ്സുകളും നാം കൗണ്ടർ സൈക്ലിക്കൽ ഡിഫൻസ് ബിസിനസ് എന്നാണ് പറയുന്നത്. ചില ബിസിനസ്സുകൾ അങ്ങനെയുണ്ട്, അവ റിസഷൻ സമയത്തും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അവയെ റിസഷൻ പ്രൂഫ് ബിസിനസ് എന്നാണ് വിളിക്കുന്നത്. ചില സെക്ടറുകളും ചില രാജ്യങ്ങളും അങ്ങനെയുണ്ട്, അവ റിസഷൻ തീരുന്നതിന് മുമ്പേ തന്നെ തിരിച്ചെത്തുന്നു. റിസഷൻ നടക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് വരുന്നു. ചില സെക്ടറുകൾ റിസഷൻ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. റിസഷനിൽ നിന്ന് പുറത്തുവരാൻ അവർക്ക് വളരെ അധികം സമയം എടുക്കും. ഇനി ഓഹരി നിക്ഷേപത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നാം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് സംബന്ധിച്ച് സംസാരിക്കാം. നാം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആദ്യത്തെ പ്രധാന റിസ്ക് മാർക്കറ്റ് റിസ്ക് ആണ്. മാർക്കറ്റ് റിസ്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. മാർക്കറ്റ് റിസ്ക് ഉണ്ടാകുന്നത് ഇക്വിറ്റി ഷെയറുകളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാലാണ്. അർത്ഥം, ഇക്വിറ്റി ഷെയറുകളുടെ വില സെക്കൻഡ് മാറ്റം സംഭവിക്കാം, അതായത് എപ്പോഴും അവയുടെ വില മാറിക്കൊണ്ടിരിക്കും. ദിവസം മുഴുവൻ വിലയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഡിമാൻഡും സപ്ലൈയും. ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കാം, മറ്റൊരാൾ അതേ ഷെയർ വിൽക്കാൻ ആഗ്രഹിക്കാം, അതും ഏതെങ്കിലും പ്രത്യേക ട്രേഡിംഗ് സെഷനിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ബൈയിങ് കൂടുതലായാൽ വിൽപ്പനക്കാർ കുറവായാൽ ആ സ്റ്റോക്ക് വില ഉയരും. അതുപോലെ വിൽപ്പന സമ്മർദ്ദം കൂടുതലായാൽ, അതായത് വിൽപ്പനക്കാർ കൂടുതലും വാങ്ങുന്നവർ കുറവുമാണെങ്കിൽ ആ സ്റ്റോക്കിൽ വിൽപ്പന സമ്മർദ്ദം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിപണി അത്യന്തം വോളറ്റൈൽ ആയ സമയങ്ങളിൽ
വിപണിക്ക് ബൈ ചെയ്യണോ വിൽക്കണോ എന്നതിൽ വ്യക്തതയില്ലെങ്കിൽ ആ പ്രത്യേക സെക്യൂരിറ്റിയിൽ വില വളരെ വേഗത്തിൽ ഉയരുകയും താഴുകയും ചെയ്യും. ഇതിനെ തന്നെ മാർക്കറ്റ് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. മാർക്കറ്റിൻ്റെ പ്രധാന റിസ്ക് അതാണ്. നിങ്ങളുടെ സെക്യൂരിറ്റിയുടെ വില വളരെ വേഗത്തിൽ മാറിയേക്കാം. നിങ്ങൾ വാങ്ങിയതിൻ്റെ പിന്നാലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ വില താഴേക്കാം. കൂടുതൽ വിലയിലേക്കും പോകാം. പക്ഷേ ഈ വിലയുടെ വോളറ്റിലിറ്റി, അതായത് ഇക്വിറ്റി മാർക്കറ്റിലെ വിലയുടെ ഈ മാറ്റം ഒരു ഇൻവെസ്റ്റർ സഹിക്കേണ്ടതായിരിക്കും. മാർക്കറ്റിൻ്റെ റിസ്ക് അളക്കുന്നത് ബീറ്റ എന്ന മാനദണ്ഡത്തിലൂടെയാണ്. മാർക്കറ്റ് ബീറ്റ എപ്പോഴും 1 ആയിരിക്കും. മാർക്കറ്റ് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനോ ഹെഡ്ജ് ചെയ്യാനോ കഴിയില്ല. മാർക്കറ്റിൻ്റെ റിസ്ക് നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് മാർക്കറ്റിൻ്റെ റിസ്ക്. ഉദാഹരണത്തിന് പലിശ നിരക്കിൻ്റെ റിസ്ക്. ഇവയെ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയില്ല. ഇത് മുഴുവൻ മാർക്കറ്റിനും ബാധകമാണ്. ഈ റിസ്കിൽ നിന്ന് ഒരു ബിസിനസ്, ഒരു പ്രത്യേക ഷെയർ അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനി രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് മാർക്കറ്റ് റിസ്ക് ആണെങ്കിൽ എല്ലാ കമ്പനികളിലും ഒരുപോലെ ബാധിക്കും. സെക്ടർ സ്പെസിഫിക് റിസ്ക് നോക്കൂ. ചില റിസ്കുകൾ ഉണ്ട്, ചിലത് സെക്ടർ സ്പെസിഫിക് റിസ്കുകളാണ്. ഈ തരത്തിലുള്ള റിസ്കുകൾ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. ഈ തരത്തിലുള്ള റിസ്കുകൾ നമുക്ക് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം? ഈ തരത്തിലുള്ള റിസ്കുകൾ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയുന്നത് ആ സെക്ടറുകളിൽ നിക്ഷേപം ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് ആ സെക്ടറുകളിൽ നിക്ഷേപം ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ഈ റിസ്കുകൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. അതിനാൽ ഒരു സെക്ടർ സ്പെസിഫിക് റിസ്ക് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഐ.ടി. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനികൾ, നമ്മുടെ ഐ.ടി. കമ്പനികൾ അവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, കൂടാതെ മുന്നോട്ടുള്ള കുറേ ക്വാർട്ടറുകളിൽ അവരുടെ വരുമാനം നല്ലതായിരിക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ ആ സെക്ടറിൽ നിക്ഷേപം ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആ സെക്ടറിൽ നിക്ഷേപം ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ സെക്ടർ സ്പെസിഫിക് റിസ്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. അതിനുശേഷം നിങ്ങൾക്ക് സാമ്പത്തിക വ്യവസ്ഥയിലെ മറ്റ് വിവിധ സെക്ടറുകളിലും പണം നിക്ഷേപിക്കാം. കമ്പനി സ്പെസിഫിക് റിസ്ക്, അതായത് കമ്പനി സ്പെസിഫിക് ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്ന റിസ്ക്, അത് നോൺ മാർക്കറ്റ് റിസ്കിൻ്റെ ഭാഗമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാർക്കറ്റ് റിസ്ക് എന്നത് മുഴുവൻ മാർക്കറ്റിനെയും ഒരു ഘടകമായി ബാധിക്കും. പക്ഷേ കമ്പനി സ്പെസിഫിക് റിസ്ക് ഒരു കമ്പനിയിലേക്ക് മാത്രം പരിമിതമായിരിക്കും. അതിനാൽ അത് നോൺ മാർക്കറ്റ് റിസ്കിൻ്റെ ഭാഗമാണ്. ഈ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനി സ്പെസിഫിക് റിസ്ക് നാം ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും, അതും പൂർത്തിയായി ഇല്ലാതാക്കുന്നതുവരെ. നാം അതിനെ പൂർത്തിയായി ശൂന്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും. കമ്പനി നിർദ്ദിഷ്ട അപകട സാധ്യതകൾ. കമ്പനി സ്പെസിഫിക് റിസ്ക് ഉണ്ട് വ്യത്യസ്ത ഘടകങ്ങൾ മൂലമാണ് അവ ഒരു സിംഗിൾ കമ്പനിയുടെ പ്രകടനത്തെ ബാധിക്കുന്നു. ആ കമ്പനിയുടെ പ്രകടനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളുണ്ട്, ബാധിക്കാനാകും. ഇവയെ കമ്പനി സ്പെസിഫിക് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. മറ്റു കമ്പനികൾ, അതായത് പിയർ കമ്പനികൾ, ഈ റിസ്ക് മൂലം ബാധിക്കപ്പെടുന്നില്ല. അതിനാൽ ഈ റിസ്ക് നാം ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും വ്യത്യസ്ത കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ. അപ്പോൾ നാം എങ്ങനെ ഈ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം? അത് അതേ സെക്ടറിലെ വ്യത്യസ്ത പിയർ കമ്പനികളിൽ പണം നിക്ഷേപിച്ച് ഈ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. ലിക്വിഡിറ്റി റിസ്ക് കാണൂ. ലിക്വിഡിറ്റി റിസ്ക് എന്നത് ഇമ്പാക്റ്റ് കോസ്റ്റ് ഉപയോഗിച്ചാണ് അളക്കുന്നത്. ഇമ്പാക്റ്റ് കോസ്റ്റ് എന്നത് എന്താണ്? കുറഞ്ഞ മാർക്കറ്റ് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റോക്ക് കൂടുതൽ ലിക്വിഡ് ആണ്. ഒരു സ്റ്റോക്ക് വളരെ ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ലഭ്യമാണ്. ആ സ്റ്റോക്കിൽ വളരെ നല്ല ട്രേഡിംഗ് നടക്കുകയാണെങ്കിൽ അതിൽ കാണുന്നത് നിങ്ങളുടെ ഇമ്പാക്റ്റ് കോസ്റ്റ് വളരെ കുറവാണ് എന്നതാണ്. എന്നാൽ ഒരു സ്റ്റോക്ക് വളരെ കുറവ് ലിക്വിഡ് ആണെങ്കിൽ, അത് തിൻലി ട്രേഡ് ആണെങ്കിൽ, ഒരു സിംഗിൾ ട്രേഡ് പോലും അതിൻ്റെ കൺസിഡർ ചെയ്യുന്ന വിലയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. അതിനാൽ അത്തരത്തിലുള്ള വിലകളിലും അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലും വളരെ ഉയർന്ന ഇമ്പാക്റ്റ് കോസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ നാം ഇക്വിറ്റി മാർക്കറ്റുകളുടെ അവലോകനം കുറിച്ച് സംസാരിക്കാം. ഇക്വിറ്റി മാർക്കറ്റുകൾ എന്നത് എന്താണ്? എങ്ങനെ ഇതിൽ നിക്ഷേപം നടത്താം? നിക്ഷേപം നടത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, ഇക്വിറ്റി മാർക്കറ്റുകൾ ഒരു കമ്പനിയുടെ നെറ്റ് ആസ്തികളിൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ എത്ര ശതമാനം ഓഹരികൾ ഏതെങ്കിലും കമ്പനിയിൽ വാങ്ങിയിട്ടുണ്ടോ അത്ര ശതമാനം നിങ്ങൾ ആ കമ്പനിയുടെ ഉടമയാണെന്ന് കരുതപ്പെടുന്നു. അർത്ഥം, നിങ്ങൾ ഒരു പ്രത്യേക കമ്പനിയുടെ ഇക്വിറ്റിയുടെ 50% വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ കമ്പനിയുടെ 50% ഓഹരികൾ ഉണ്ട്. അതിനാൽ ഒരു രീതിയിൽ നിങ്ങൾ ആ കമ്പനിയെ തന്നെ ഉടമസ്ഥതയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനിയുടെ ഉടമയാണെന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഇക്വിറ്റി എപ്പോഴും നിങ്ങളുടെ ഉടമസ്ഥാവകാശം കാണിക്കുന്നതാണ്. സാധാരണ ഇക്വിറ്റി ഓഹരികൾ കമ്പനി ഇറക്കുന്നു, അതിൽ നിങ്ങൾ പങ്കാളിയാകാം. ഇക്വിറ്റി ഓഹരികൾ വാങ്ങാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ കമ്പനിയിൽ അത്ര ശതമാനം പങ്കാളിത്തം ലഭിക്കും. ഇക്വിറ്റി ഓഹരികൾക്ക് പുറമെ ചില കമ്പനികൾ പ്രിഫറൻസ് ഓഹരികളും ഇറക്കാറുണ്ട്.
ഇക്വിറ്റി ഓഹരികൾക്ക് മുകളിലായാണ് പ്രിഫറൻസ് ഓഹരികൾ നിലകൊള്ളുന്നത്. ചില പ്രിഫറൻസ് ഓഹരികൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ഇവയെ ഇക്വിറ്റി ഓഹരികളേക്കാൾ മുകളിൽ റാങ്ക് ചെയ്യപ്പെടുന്നു. ഡിവിഡൻഡ് നൽകുന്നതിലും കമ്പനി ലിക്വിഡേഷൻ സംഭവിച്ചാൽ നെറ്റ് ആസ്തികൾ വിതരണം ചെയ്യുന്നതിലും ഇവയ്ക്ക് മുൻഗണനയുണ്ട്. അർത്ഥം, ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ, ലിക്വിഡേഷൻ സംഭവിക്കുമ്പോൾ, അതായത് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ കമ്പനിക്ക് അധിക ലാഭം ഉണ്ടാകുമ്പോഴും ആ ലാഭത്തിൽ നിന്ന് ഡിവിഡൻഡ് നൽകേണ്ടി വരുമ്പോഴും ആദ്യം പരിഗണിക്കപ്പെടുന്നത് പ്രിഫറൻസ് ഓഹരി ഉടമകളാണ്. ഇവരെ ഇക്വിറ്റി ഓഹരി ഉടമകളേക്കാൾ മുകളിൽ റാങ്ക് ചെയ്യപ്പെടുന്നു. പ്രിഫറൻസ് ഓഹരി ഉടമകൾക്ക് സാധാരണയായി വോട്ടിംഗ് അവകാശങ്ങൾ ഉണ്ടാകാറില്ല, ഇക്വിറ്റി ഓഹരി ഉടമകൾക്ക് ഉള്ളതുപോലെ. കൂടാതെ ഇവയുടെ ചില സ്വഭാവങ്ങൾ ഡെറ്റ് സെക്യൂരിറ്റികളുമായി സാമ്യമുള്ളതുമാണ്. കാരണം ഇവിടെ ഒരു നിശ്ചിത ഡിവിഡൻഡ് പേയ്മെൻറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ ഇക്വിറ്റി ഓഹരികളുമായി സാമ്യമുള്ളതുപോലെ പ്രിഫറൻസ് ഓഹരികൾക്ക് പെർപെച്വൽ ആയിരിക്കാനും കഴിയും. ഇവയിൽ ലഭിക്കുന്ന ഡിവിഡൻഡ് ക്യൂമുലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ക്യൂമുലേറ്റീവ് ആയിരിക്കാം. ക്യൂമുലേറ്റീവ് എന്നത് അർത്ഥം നിങ്ങൾക്ക് ഡിവിഡൻഡ് ക്യൂമുലേറ്റ് ആയി കൂട്ടിച്ചേർക്കപ്പെടും എന്നതാണ്. അവസാനത്തിൽ മുഴുവൻ ലഭിക്കും. എന്നാൽ നോൺ ക്യൂമുലേറ്റീവ് ആണെങ്കിൽ സമയത്തിനിടെ സമയാനുസൃതമായി ഡിവിഡൻഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഒരു നിശ്ചിത നിരക്കിൽ നൽകപ്പെടുന്നു. അത് കമ്പനിയുടെ വരുമാനത്തെ ആശ്രയിച്ചുള്ളതല്ല. കമ്പനിയുടെ വരുമാനം എത്രയാണെങ്കിലും നിങ്ങൾക്ക് ഡിവിഡൻഡ് നൽകപ്പെടും, അതും നിശ്ചിത നിരക്കിലാണ്. അവ പ്രിഫറൻസ് ഷെയർ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർമാർക്ക് ചില നിർദ്ദിഷ്ട ഡിവിഡൻഡുകൾ ലഭിക്കുന്നതിൻ്റെ അവകാശമുണ്ട്. അതിനു പുറമെ മുൻകൂട്ടി നിർവചിച്ച ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അവർക്കു അധിക ഡിവിഡൻഡും ലഭിക്കും. അർത്ഥം, സാധാരണ ഡിവിഡൻഡുകൾ ലഭിക്കുന്നതുപോലെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡും അവർക്കും ലഭിക്കും. അതിനു പുറമെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർമാർക്ക് മുൻകൂട്ടി നിർവചിച്ച ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അധിക ഡിവിഡൻഡും നൽകപ്പെടുന്നു. കൂടാതെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറുകൾക്ക് ലിക്വിഡേഷൻ സമയത്തും മുൻഗണന ലഭിക്കും. അവർക്കു ഷെയറുകൾ വിൽക്കേണ്ടി വന്നാൽ വിൽപ്പനയിലും അവർക്ക് മുൻഗണന ലഭിക്കും. ആദ്യം പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർമാരുടെ ഷെയറുകൾ വിൽക്കപ്പെടും. കമ്പനി ഷെയറുകൾ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള അവസരം നൽകും. അതിനുശേഷം നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറുകൾ ലിക്വിഡേറ്റ് ചെയ്യപ്പെടും. പ്രിഫറൻസ് ഷെയറുകൾ കൺവേർട്ടിബിൾ ആകാനും കഴിയും. നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയറുകൾ ഇക്വിറ്റിയിലേക്ക് മാറ്റാൻ കഴിയും. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയറുകൾ ഷെയർ ഹോൾഡർമാരെ അർഹരാക്കുന്നു. നിങ്ങൾക്ക് നിർദ്ദിഷ്ടമായ ചില ഇക്വിറ്റി ഷെയറുകൾ അതിൽ എടുക്കാൻ കഴിയും. കാരണം പ്രിഫറൻസ് ഷെയറുകൾക്ക് ചില ഗുണങ്ങൾ ഇക്വിറ്റി ഷെയറുകളെ പോലെയാണ്, അതേസമയം അവയിൽ ചില ഡെറ്റ് സെക്യൂരിറ്റികളുടെ ഗുണങ്ങളും ഉണ്ട്. അതിനാലാണ് അവയെ ഹൈബ്രിഡ് അല്ലെങ്കിൽ ബ്ലെൻഡ് സെക്യൂരിറ്റികൾ എന്ന് വിളിക്കുന്നത്. കാരണം പ്രിഫറൻസ് ഷെയറുകളിൽ ഡിവിഡൻഡിൻ്റെ ഒരു നിരയോ പേയ്മെൻറ്റുകളുടെ ഒരു നിരയോ ഒരു വിധത്തിൽ ഉണ്ടാകുന്നു. അതിനാലാണ് ഇത് ഒരു വിധത്തിൽ ബ്ലെൻഡ് ആണെന്ന്, ഹൈബ്രിഡ് ആണെന്ന് പറയുന്നത്. അവയിൽ കുറച്ച് ഇക്വിറ്റിയുടെ ഗുണങ്ങളും ഉണ്ട്, കൂടാതെ ഡെറ്റിൻ്റെ ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ നാം ഇക്വിറ്റി റിസർച്ച് ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഇക്വിറ്റി റിസർച്ച് നമുക്ക് എങ്ങനെ ചെയ്യണം? സ്റ്റോക്ക് സെലക്ഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? നാം തീരുമാനിച്ചു നമുക്ക് ഇക്വിറ്റിയിൽ പണം നിക്ഷേപിക്കാം എന്ന്. പക്ഷേ ഇക്വിറ്റിയിൽ എവിടെയാണ് നിക്ഷേപം ചെയ്യേണ്ടത്? നാം എങ്ങനെ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം? ഇക്വിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യങ്ങളാണ്? റിസർച്ച് വർക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപകർക്ക് വളരെ അധികം അവസരങ്ങൾ ലഭ്യമാണ്. അതിനാലാണ് ഇക്വിറ്റി റിസർച്ച്, സ്റ്റോക്ക് സെലക്ഷൻ എന്ന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. നിങ്ങളുടെ റിസ്ക് ടേൺ, ലിക്വിഡിറ്റി ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടെത്തേണ്ടി വരുമ്പോൾ, അഥവാ ഒരു നിക്ഷേപകൻ റിസ്ക്കും റിട്ടേണും പരിഗണിച്ച് ലിക്വിഡിറ്റിയെയും മുൻനിർത്തി നിക്ഷേപം ചെയ്യുമ്പോൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രക്രിയ. ഇത് ഇക്വിറ്റി റിസർച്ച് വളരെ ഉപകാരപ്പെടുന്നു. ഇക്വിറ്റി റിസർച്ചിൽ വളരെ മികച്ച രീതിയിൽ വിശകലനം നടക്കുന്നു. കമ്പനിയുടെ വിശകലനവും കമ്പനിയുടെ പരിസ്ഥിതിയും കമ്പനിയുടെ സാമ്പത്തികവും സാമ്പത്തികമല്ലാത്ത വിവരങ്ങളും അവിടെ പരിശോധിക്കുന്നു. ആ കമ്പനി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഡൈനാമിക്സും അവിടെ പരിശോധിക്കുന്നു. കമ്പനിയുടെ മത്സരാർത്ഥികളെ, സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഇക്വിറ്റി റിസർച്ച് വഴി വിലയിരുത്തുന്നു. ഇക്വിറ്റി റിസർച്ച് ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് നോക്കൂ. നാം റിസർച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇക്വിറ്റി റിസർച്ചിൻ്റെ പിന്നിലുള്ള ആശയം എന്താണെന്ന് നോക്കൂ. ഇക്വിറ്റി റിസർച്ചിൻ്റെ പ്രധാന ഉദ്ദേശവും അതിൻ്റെ പിന്നിലുള്ള ആശയവും സ്റ്റോക്കിൻ്റെ അന്തർലീന മൂല്യം കണ്ടെത്തി അതിനെ മാർക്കറ്റ് വിലയുമായി താരതമ്യം ചെയ്യുന്നതാണ്. അർത്ഥം, നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ അന്തർലീന മൂല്യത്തിൽ എത്തിച്ചേരേണ്ടതും അതിനെ മാർക്കറ്റ് വിലയുമായി താരതമ്യം ചെയ്യേണ്ടതും പിന്നെ നമുക്ക് വാങ്ങണോ, പിടിച്ചുവെക്കണോ അല്ലെങ്കിൽ വിറ്റുകളയണോ എന്നത് തീരുമാനിക്കേണ്ടതുമാണ്.
ഒരു പ്രത്യേക സെക്യൂരിറ്റിയുടെ അന്തർലീന മൂല്യം നാം കണ്ടുപിടിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് വില എത്രയാണെന്ന് നോക്കണം. പിന്നെ നാം അത് വാങ്ങണോ, വിറ്റുകളയണോ, അല്ലെങ്കിൽ പിടിച്ചുവെക്കണോ എന്നത് തീരുമാനിക്കണം. വളരെയധികം ഫ്രെയിംവർക്കും പലതരം രീതികളും ഉണ്ട്. സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിനായി ലഭ്യമാണ്. ചില അനലിസ്റ്റുകൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കുന്നു, ചിലർ ടോപ്പ് ഡൗൺ സമീപനം സ്വീകരിക്കുന്നു, ചിലർ ബോട്ടം അപ്പ് സമീപനം സ്വീകരിക്കുന്നു. അനലിസ്റ്റുകൾ ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് സ്ക്രീനുകളും നടത്തുന്നു. ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്നു. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും ഒരു അനലിസ്റ്റ് ഉപയോഗിക്കാം. ഇവയെല്ലാം സംബന്ധിച്ച കാര്യങ്ങൾ നാം ഇനി മുന്നോട്ട് നോക്കാം. ആദ്യം നാം ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് സംസാരിക്കാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് വഴി നാം എങ്ങനെ ഒരു സ്റ്റോക്കിൻ്റെ അന്തർലീന മൂല്യത്തിൽ എത്തിച്ചേരാം. ഫണ്ടമെൻ്റൽ അനാലിസിസിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നാം കാണാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും നോക്കാം. നമുക്ക് മനസ്സിലാക്കാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നത് ഒരു സ്റ്റോക്കിൻ്റെ അന്തർലീന മൂല്യത്തിൽ എത്തിച്ചേരാനുള്ള പ്രക്രിയയാണ്. അത് അർത്ഥമാക്കുന്നത് ആ പ്രത്യേക സ്റ്റോക്കിൻ്റെ അന്തർലീന മൂല്യം നാം നിർണ്ണയിക്കുകയാണ്. ഈ മൂല്യങ്ങൾ പല സാമ്പത്തിക ഘടകങ്ങളിലുമാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് ഭാവിയിലെ വരുമാനവും കാഷ് ഫ്ലോയും പോലുള്ളവ. ഇക്വിറ്റിയിൽ നിക്ഷേപം നടത്തുന്നതിൻ്റെ മുഴുവൻ കളിയും ഈ മുഴുവൻ ഇക്വിറ്റിയിൽ നിക്ഷേപം ചെയ്യുന്നതും എല്ലാം അടിസ്ഥാനമാക്കുന്നത് നിങ്ങളുടെ ഭാവിയിലെ വരുമാനത്തിലും കമ്പനിയുടെ കാഷ് ഫ്ലോവിലും പലിശ നിരക്കുകളിലും റിസ്ക് വേരിയബിൾസിലുമാണ്. ഈ ഘടകങ്ങളെ ഒരു അനലിസ്റ്റ് പരിശോധിക്കുന്നു. ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യം നിർണ്ണയിക്കുന്നു. അതായത് ഒരു പ്രത്യേക സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യത്തിൽ അവൻ എത്തുന്നു. നിക്ഷേപകൻ ആ പ്രത്യേക സ്റ്റോക്ക് വാങ്ങേണ്ടത് മാർക്കറ്റ് വില ഇൻട്രിൻസിക് മൂല്യത്തേക്കാൾ താഴെയാണെങ്കിൽ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ലഭിച്ച പ്രത്യേക ഇൻട്രിൻസിക് മൂല്യത്തേക്കാൾ മാർക്കറ്റ് വില കുറവാണെങ്കിൽ. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. നിങ്ങളുടെ വിശകലനത്തിന് ശേഷം ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വില നിങ്ങൾക്ക് 100 രൂപ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്നാൽ മാർക്കറ്റിൽ അത് 80 രൂപക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വില 100 രൂപ ആകണം എന്നതാണ് അർത്ഥം. നിങ്ങളുടെ വാല്യുവേഷനിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വില 100 രൂപ ആണെങ്കിലും ഇപ്പോൾ അത് മാർക്കറ്റിൽ 80 രൂപക്ക് ട്രേഡ് ചെയ്യുന്നു. അതിനാൽ അതിനെ ഉടൻ തന്നെ യാതൊരു സംശയവും കൂടാതെ വാങ്ങണം. എന്നാൽ മാർക്കറ്റ് വില നിങ്ങളുടെ ഇൻട്രിൻസിക് വാല്യൂവിൽ നിന്ന് കൂടുതലാണെങ്കിൽ, നിങ്ങൾ വില കണക്കാക്കിയിരിക്കുന്നത് 100 രൂപ ആണെങ്കിലും മാർക്കറ്റിൽ അത് 120 രൂപക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വില 100 രൂപ ആകണം. ഈ അടിസ്ഥാനത്തിൽ അതിനെ വിറ്റ് കളയണം എന്നതാണ് ഉദ്ദേശ്യം. അത്തരം മാർക്കറ്റ് വിലയിൽ വളരെ വേഗത്തിൽ വിൽപ്പനയുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് തൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനോട് അടുക്കും. അതിനാൽ ഒരു സ്റ്റോക്ക് എപ്പോഴും തൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനോടാണ് അടുക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രത്യേക സെക്യൂരിറ്റിയെ വിറ്റ് കളയണം. അതിനാൽ ഒരു വിധത്തിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിച്ച് ഒരു പോർട്ട്ഫോളിയോ മാനേജറും ഇൻവെസ്റ്ററും എങ്ങനെ വാങ്ങണം, എങ്ങനെ വിൽക്കണം എന്നത് കണ്ടെത്താൻ കഴിയും. ഫണ്ടമെൻ്റൽ അനാലിസിസിൽ സാമ്പത്തിക വിശകലനം, ഇൻഡസ്ട്രി വിശകലനം, കമ്പനി വിശകലനം എന്നിവ ഉൾപ്പെടുന്നു. അതായത് 3 രീതിയിൽ അനാലിസിസ് നടക്കുന്നു. ആദ്യം സാമ്പത്തികാവസ്ഥയെ വിശകലനം ചെയ്യുന്നു, പിന്നെ ഇൻഡസ്ട്രിയെ വിശകലനം ചെയ്യുന്നു, അതിനുശേഷം കമ്പനിയെ വിശകലനം ചെയ്യുന്നു. എന്നാൽ ആദ്യം നമ്മൾ ഏത് അനാലിസിസ് ചെയ്യണം എന്നത് എങ്ങനെ മനസ്സിലാക്കാം? അത് നമുക്ക് മനസ്സിലാവുന്നത് ഫണ്ട് മാനേജറുടെ സമീപനത്തിൽ നിന്നാണ്. അതായത് അവരുടെ പോർട്ട്ഫോളിയോ നിർമ്മാണ രീതിയിൽ നിന്നാണ്. അത് ടോപ്പ് ഡൗൺ സമീപനമാണോ ബോട്ടം അപ്പ് സമീപനമാണോ എന്നത്. ഓരോ ഫണ്ട് മാനേജരും ഓരോരുത്തരുടെയും രീതിയിൽ ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യം കണ്ടെത്താനും നിക്ഷേപത്തിനായി ഒരു പ്രത്യേക സെക്യൂരിറ്റി തിരഞ്ഞെടുക്കാനും ഏത് സമീപനമാണ് ഉപയോഗിക്കുന്നത് എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. 2 രീതികളിലാണ് സമീപനം നടക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ. ആദ്യത് ടോപ്പ് ഡൗൺ സമീപനം, രണ്ടാമത് ബോട്ടം അപ്പ് സമീപനം. ഈ രണ്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ടോപ്പ് ഡൗൺ സമീപനം പറയുമ്പോൾ ആദ്യം നമ്മൾ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാമ്പത്തിക വിശകലനം നടത്തും, അതിനുശേഷം വ്യവസായം പരിശോധിക്കും, പിന്നെ കമ്പനി വിശകലനം നടക്കും. അപ്പോൾ ബോട്ടം അപ്പ് സമീപനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഫണ്ട് മാനേജർമാർ ഒരു കമ്പനിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു സ്റ്റോക്ക് പ്രൈസ് തിരഞ്ഞെടുക്കുന്നു, കമ്പനിയെയും വിശകലനം ചെയ്യുന്നു, ഭാവിയിലെ വരുമാനവും വിശകലനം ചെയ്യുന്നു, അതിൻ്റെ അന്തർലീന മൂല്യം കണക്കാക്കുന്നു. പിന്നീട് അതിനെ അതിൻ്റെ സമാന കമ്പനികളുമായി താരതമ്യം ചെയ്യുന്നു. ഇൻഡസ്ട്രിയുടെ മുഴുവൻ വിശകലനവും ചെയ്യുന്നു. ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതും അതിൻ്റെ ഭാവി ദിശയും പരിശോധിക്കുന്നു. എന്ത് രീതിയിലാണ് ആ ഇൻഡസ്ട്രി മൊത്തം സമ്പദ്വ്യവസ്ഥയിൽ സംഭാവന നൽകാൻ കഴിയുക എന്നതും അതിനുശേഷം അവസാനം സാമ്പത്തിക വിശകലനം നടത്തുന്നു. അതാണ് ബോട്ടം അപ്പ് സമീപനം. ഇരുവും തന്നെ ശരിയാണ്. സമീപനങ്ങൾ. ഒരു ഫണ്ട് മാനേജർ ഏത് സമീപനവും ഉപയോഗിക്കാം. ഇപ്പോൾ നോക്കാം ബൈ സൈഡ് റിസർച്ച് വേഴ്സസ് സെൽ സൈഡ് റിസർച്ച്. സെൽ സൈഡ് അനലിസ്റ്റുകൾ എന്നിവർ പ്രത്യേക സ്ഥാപനങ്ങൾക്കായി ജോലി ചെയ്യുന്നു.
അവരുടെ ക്ലയൻറ്റുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിംഗ് സർവീസുകളും ബ്രോക്കിംഗ് സർവീസുകളും അഡ്വൈസറി സർവീസുകളും നൽകുന്ന കമ്പനികൾക്കായി അവർ ജോലി ചെയ്യുന്നു. അതിനാൽ അവർ കമ്പനികളെക്കുറിച്ച് സെർച്ച് റിപ്പോർട്ടുകൾ പുറത്തിറക്കുകയും ഒരു സെക്യൂരിറ്റിയെ വാങ്ങണോ, വിൽക്കണോ അല്ലെങ്കിൽ കൈവശം വയ്ക്കണോ എന്ന് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ഈ ശുപാർശകൾ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നതാണ് ഇത്. കമ്പനിയുടെ വരുമാനം എങ്ങനെ വളരും എന്നതിനെക്കുറിച്ചുള്ള അനലിസ്റ്റിന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശകലനം. ഭാവിയിലെ വില ലക്ഷ്യം എങ്ങനെ വളരും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെയും അതിൻ്റെ ഇൻട്രിൻസിക് മൂല്യവും കണക്കാക്കി നിങ്ങൾക്ക് ശുപാർശ നൽകുന്നു. അതിനാൽ സെയിൽസ് സൈഡ് അനലിസ്റ്റിന്റെ പ്രധാന ജോലി ഉപദേശം നൽകുക, ബ്രോക്കിംഗ് സേവനങ്ങൾ നൽകുക, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക എന്നിവയാണ്. അതേസമയം ബൈ സൈഡിലുള്ള അനലിസ്റ്റുകൾ പണം മാനേജർമാർക്കായി ജോലി ചെയ്യുന്നു. അവരാണ് പണം നിക്ഷേപിക്കുകയും പണം മാനേജ് ചെയ്യുകയും ചെയ്യുന്നവർ. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ, കൂടാതെ അവരുടെ ക്ലയൻറ്റുകളുടെ വേണ്ടി അവരുടെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകൾക്ക് വേണ്ടി സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോർട്ട്ഫോളിയോ മാനേജർമാർ എന്നിവരാണ്. അപ്പോൾ ഈ അനലിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ശുപാർശകൾ തയ്യാറാക്കുന്നു, അതായത് അവരുടെ സ്ഥാപനത്തിനുള്ളിലെ ഫണ്ട് മാനേജർമാർ ഉപയോഗിക്കുന്നതിനായി, ആന്തരിക ഉപയോഗത്തിനായി. ഇവരെയാണ് ബൈ സൈഡ് അനലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നാം സ്റ്റോക്ക് വിശകലന പ്രക്രിയയിലേക്ക് കടക്കാം. എന്താണ് രീതിയിൽ നാം ഒരു സ്റ്റോക്ക് വിശകലനം ചെയ്യുന്നത് എന്ന് നോക്കാം. ആ പ്രക്രിയ എന്താണ്? നോക്കൂ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മൂല്യം എങ്ങനെ നിർണ്ണയിക്കപ്പെടും എന്നത് അതിൻ്റെ പ്രതീക്ഷിക്കുന്ന കാഷ് ഫ്ലോകൾ, കമ്പനിയിലേക്ക് വരുന്ന കാഷ് ഫ്ലോകൾ, കൂടാതെ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് ആവശ്യപ്പെടുന്ന റിട്ടേൺ നിരക്ക്, അതായത് ഡിസ്കൗണ്ടഡ് റേറ്റ്, ഭാവിയിൽ ലഭിക്കുന്ന കാഷ് ഫ്ലോകളും ഇന്ന് ആവശ്യമായ റിട്ടേൺ നിരക്കും അത് ഡിസ്കൗണ്ടഡ് റേറ്റ് എന്നും വിളിക്കുന്നു എന്നിവയാൽ ആണ് നിർണ്ണയിക്കപ്പെടുന്നത്. അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ ആവശ്യമാണ്. മറ്റൊന്ന്, നാം സംസാരിക്കുന്ന ഈ കാഷ് ഫ്ലോകൾ സാധാരണയായി എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഇവ പലതരം സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നു. അർത്ഥം, നിരവധി കാര്യങ്ങളാണ് ഈ പ്രതീക്ഷിക്കുന്ന കാഷ് ഫ്ലോകൾ സ്വാധീനിക്കുന്നത്. അതിനാൽ ഒരു അനലിസ്റ്റിന് സാമ്പത്തിക വേരിയബിളുകൾ വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയണം. മറ്റും മാക്രോ ഇക്കണോമിക് വിശകലനം നിങ്ങളെ ഈ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയിക്കുന്നു, സെക്ടറുകളെയും കമ്പനി വിശകലനത്തെയും കുറിച്ച് നിങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന്. അതിനാൽ സ്റ്റോക്ക് വിശകലനത്തിൻ്റെ പ്രധാന ലക്ഷ്യം നിങ്ങൾക്ക് ഒരു റിസ്ക് തീരുമാനമെടുക്കാൻ സഹായിക്കുകയാണ്. നോക്കി, നിങ്ങൾക്ക് റിസ്ക്കും റിട്ടേണും സംബന്ധിച്ച് തീരുമാനമെടുക്കാം. മാർക്കറ്റിൽ, ഇൻഡസ്ട്രി ലെവലിൽ, കമ്പനി ലെവലിൽ, പിന്നെ സ്റ്റോക്ക് ലെവലിൽ, ഇപ്പോൾ മാർക്കറ്റ് ലെവലിൽ, പിന്നെ ഇൻഡസ്ട്രിയിൽ, പിന്നെ കമ്പനി ലെവലിൽ ഒരു സ്റ്റോക്ക് നോക്കുക. സ്റ്റോക്ക് വിശകലനത്തിൽ ഇതേ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇത് ഒരു കമ്പനിയും മാർക്കറ്റും വിശകലനം ചെയ്യേണ്ടതുണ്ട്. മുൻപായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇക്കണോമിക് വിശകലനം എന്താണെന്നതാണ്. ഇക്കണോമിക് വിശകലനം, അതിനുശേഷം ഇൻഡസ്ട്രി വിശകലനം, പിന്നെ നിങ്ങളുടെ കമ്പനി വിശകലനം വരും. ഇപ്പോൾ നാം ഇക്കണോമിക് വിശകലനം സംബന്ധിച്ച് സംസാരിക്കാം. കാണൂ, ചില ഇക്കണോമിക് വിശകലനങ്ങളോ ചില മാക്രോ ഇക്കണോമിക് പരിസ്ഥിതികളോ അങ്ങനെയാണ്. അവ എല്ലാ ഇൻഡസ്ട്രികളെയും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനികളെയും സ്വാധീനിക്കുന്നു. നിങ്ങളുടെ എല്ലാ മാർക്കറ്റുകളോ ഇൻഡസ്ട്രികളോ അവയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളോ എല്ലാ മാക്രോ ഇക്കണോമിക് ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവയാൽ കമ്പനി സ്വാധീനിക്കപ്പെടുന്നു. മോണിറ്ററി നയങ്ങളും ഫിസ്ക്കൽ നയങ്ങളും നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ അധികം സ്വാധീനിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ചില ഫിസ്ക്കൽ നയങ്ങൾ, ചില ഇനിഷ്യേറ്റീവുകൾ സർക്കാർ എടുത്തിരിക്കുന്നതുപോലുള്ളവ, ഉദാഹരണത്തിന് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ള ടാക്സ് കുറവ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിൽ കുറവ് കമ്പനി ആവശ്യപ്പെടുന്നു. പറയപ്പെടുന്നത് എന്തെന്നാൽ, സർക്കാർ പറയുകയാണെങ്കിൽ ടാക്സിൽ കുറവ് വരാനിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുമെന്ന്, അത് നിങ്ങളുടെ കമ്പനിയെ വളരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം കമ്പനിക്ക് കുറച്ച് ടാക്സ് മാത്രം നൽകേണ്ടി വരും. അതിനാൽ അവരുടെ കയ്യിൽ കൂടുതൽ പണം ശേഷിക്കും. പിന്നെ അവർ ആ പണം തങ്ങളുടെ ബിസിനസ്സിൽ തന്നെ വിനിയോഗിക്കാനാകും. അതിനാൽ ഇങ്ങനെ എടുത്ത ഒരു ചെറിയ ടാക്സ് കുറവ് നടപടിയും കമ്പനിയുടെയും മൂല്യനിർണ്ണയം വളരെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ചില ധനങ്ങൾ ഇക്കണോമിയിലെ പണവിതരണം കുറയ്ക്കുന്നതാണ്. ഇത് വ്യാപാരത്തിൻ്റെ വികസന പദ്ധതികളും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യകതകളും ബാധിക്കുന്നു. അതിനാൽ മാർക്കറ്റിൽ ധനനയം പ്രകാരം സർക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്കുകൾ ഉയർത്തിയാൽ അതിനാൽ ഒരു വിധത്തിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. ബിസിനസ്സുകൾക്ക് ആവശ്യമായ ക്യാപിറ്റൽ ആവശ്യം ഉയർന്ന പലിശ നിരക്കുകൾ കാരണം ലഭ്യമാകുന്നില്ല. അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ വളരെ വില കൂടിയതായിരിക്കും. ഈ കാരണം കൊണ്ടാണ് അവർക്ക് തങ്ങളുടെ വിപുലീകരണ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തത്. കൂടാതെ അവരുടെ മൂല്യനിർണ്ണയവും കമ്പനിയുടെ ലാഭവും ഇതിൻ്റെ ബാധയിൽപ്പെടാം.
അതിനാൽ ഒരു വലിയ മാക്രോ ഇക്കണോമിക് ഫോർകാസ്റ്റ് ആവശ്യമാണ്. നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റിയുടെയും സെക്ടറിൻ്റെയും കമ്പനിയുടെയും ഇക്വിറ്റിയുടെയും മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ. വളരെയധികം കാര്യങ്ങളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ ഫോർകാസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ സെക്ടർ ഇക്കണോമിയെയും കമ്പനിയെയും ഇക്വിറ്റിയെയും എങ്ങനെ വിലമതിക്കണം എന്നത് കാണാനും കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കേണ്ടതായിരിക്കും. നോക്കൂ, ഒരു അനലിസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അനലിസ്റ്റ് എന്ന നിലയിൽ അവർ സാധാരണയായി ചെയ്യുന്നതും അതാണ്. അവർ സർക്കാർ നൽകുന്ന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്കുകൾ വളരെ അടുത്ത് നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ ഏത് ഇക്കണോമിയാണെങ്കിലും അത് ഡെവലപ്ഡ് ഇക്കണോമിയാണോ ഡെവലപ്പിംഗ് ഇക്കണോമിയാണോ എന്നത് പ്രാധാന്യമില്ല. നിങ്ങളുടെ സർക്കാർ എന്തു ചെയ്താലും, നിങ്ങളുടെ കേന്ദ്ര ബാങ്ക് എന്തു ചെയ്താലും, പലിശ നിരക്കുകൾ സംബന്ധിച്ച് എന്തു ചെയ്താലും അത് അവരുടെ നീക്കമാണ്. അനലിസ്റ്റുകൾ അതെല്ലാം വളരെ അടുത്ത് നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻഡെക്സുകൾ സാധാരണയായി സാമ്പത്തിക സൂചികകളായി കണക്കാക്കപ്പെടുന്നു. അവയാണ് ഇൻഡെക്സ് എന്ന് കരുതപ്പെടുന്നത്. അതിനാൽ സാമ്പത്തിക സൂചികകളുടെ ഇൻഡെക്സുകൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ WBA, CPI, മാസിക ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, വ്യവസായ ഉത്പാദന സൂചികകൾ, ജിഡിയുടെ വളർച്ചാ നിരക്ക് എന്നിവ. അതിനാൽ ഒരു വിശകലനം ഈ സാമ്പത്തിക സാഹചര്യങ്ങളെ വളരെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നു. പലതവണ പലത്തിലുള്ള പലിശ നിരക്കുകളുടെ അസ്ഥിരതയും അതിൽ ഉൾപ്പെടും. അതിനാൽ ഒരുപാട് കാര്യങ്ങളാണ് ഒരു വിശകലനക്കാരൻ കാണേണ്ടതുണ്ടാകുന്നത്, പ്രത്യേകിച്ച് അവർ ഒരു മാക്രോ സാമ്പത്തിക പ്രവചനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. അതിനുശേഷം വരുന്നത് ഇൻഡസ്ട്രി സെക്ടർ വിശകലനമാണ്. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നാം ഇൻഡെക്സ്, ഇൻഡസ്ട്രി, ഒരു പ്രത്യേക മേഖല എന്നിവയെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് ഇൻഡസ്ട്രി വിശകലനമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ടോപ്പ് ഡൗൺ സ്റ്റോക്ക് വിശകലനത്തിലെ 3 ഘട്ടങ്ങളിൽ ഒന്നാണ്. അതിനാൽ നിങ്ങൾ ടോപ്പ് ഡൗൺ വിശകലനം നടത്തുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ സാമ്പത്തിക വിശകലനം ചെയ്തു, മാക്രോ ഇക്കണോമിക് ഘടകങ്ങൾ നോക്കി. അതിനുശേഷം നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് എത്തിയത്. നിങ്ങൾ ഇൻഡസ്ട്രി സെക്ടർ സ്പെസിഫിക് വിശകലനം നടത്തുകയാണ്. ഇൻഡസ്ട്രി വിശകലനം ഒരു രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കൂടുതൽ സഹായിക്കുന്നു. ലാഭകരവും ലാഭകരമല്ലാത്തതുമായ അവസരങ്ങൾ, അർത്ഥം എവിടെയാണ് നിക്ഷേപകരുടെ പണം വർദ്ധിക്കാൻ സാധ്യതയുള്ളത്, എവിടെയാണ് ലാഭം നേടാനുള്ള കൂടുതൽ സാധ്യതകൾ, ലാഭകരമായ അവസരങ്ങൾ എവിടെയാണ്, ലാഭകരമല്ലാത്ത അവസരങ്ങൾ എവിടെയാണ് എന്നതെല്ലാം തിരിച്ചറിയാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഈ ഇൻഡസ്ട്രിയുടെ മാക്രോ വിശകലനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻക്ക് മനസ്സിലാകുന്നു ഏത് ഇൻഡസ്ട്രികൾ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവയിൽ അവൻ നിക്ഷേപം നടത്താൻ കഴിയും. നോക്കൂ, വ്യവസായങ്ങളുടെ പ്രകടനം അവ ബിസിനസ് സൈക്കിളിൻ്റെ ഏത് ഘട്ടത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അർത്ഥം, വ്യത്യസ്ത വ്യവസായങ്ങൾ വ്യത്യസ്ത ബിസിനസ് സൈക്കിളിൻ്റെ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായി പ്രകടനം കാഴ്ചവെക്കുന്നു. ബിസിനസ് സൈക്കിളിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കമ്പനികൾ അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യത്യസ്തമായി പെരുമാറാൻ കഴിയും. ഞാൻ ചിലത് പറയട്ടെ. ബിസിനസ് സൈക്കിളിനൊപ്പം വ്യത്യസ്ത ഷെയറുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവയെ ക്ലാസിഫൈ ചെയ്തത് സൈക്ലിക്, നോൺ സൈക്ലിക്കൽ സെക്ടറുകളായി ആണ്. ഉദാഹരണത്തിന് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ സാധാരണയായി കാണുന്നത് റിസൻ്റെ അവസാനം ഭാഗത്താണ് അവ കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത്. സെഷൻ അവസാനിക്കാൻ പോകുമ്പോൾ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ വളർച്ച കാണുന്നത് കാരണം ആളുകൾ കൂടുതൽ ഉത്സാഹത്തോടെ ലോൺ എടുക്കാനും ബാങ്കിംഗ് സർവീസുകൾ ഉപയോഗിക്കാനും മുന്നോട്ട് വരുന്നു. അതിനാൽ ബാങ്കിംഗ്, NBFC സെക്ടറുകളിൽ ഒരു തരത്തിലുള്ള ഉയർച്ച കാണപ്പെടുന്നു. പുനരുദ്ധാരണ ഘട്ടത്തിലും കണ്ടുവരുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിങ്ങനെയുള്ള, ഉദാഹരണത്തിന് കാറുകൾ, പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇവ വളരെ ആകർഷകമായ നിക്ഷേപ സാധ്യതകളായി മാറുന്നു. അതിനാൽ പുനരുദ്ധാരണ ഘട്ടത്തിൽ ഈ വസ്തുക്കളുടെ ആവശ്യകതയും കൂടുന്നു. സൈക്ലിക്കൽ ഇൻഡസ്ട്രി എന്നത് എന്താണ്? ആർത്ഥിക പുനരുദ്ധാരണത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഇവ ആകർഷകമായ നിക്ഷേപങ്ങളാണ്. വളരെ പ്രാരംഭഘട്ടമാണെന്ന് കണ്ടിട്ടുണ്ട്. ആർത്ഥിക പുനരുദ്ധാരണത്തിന് തുടക്കം കുറിച്ചാൽ നിങ്ങൾ സൈക്ലിക്കൽ ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കാം. ഈ മേഖലകൾക്ക് ഉയർന്ന ഓപ്പറേറ്റിംഗ് ചെലവുകളാണ് ഉണ്ടാകുന്നത്. ബിസിനസ് സൈക്കിളിന്റെ ഉച്ചസ്ഥിതിയിൽ നാം എത്തിയാൽ ദ്രവ്യഫലോത്പാദനം, ഇൻഫ്ലേഷൻ വർദ്ധിക്കും. ആവശ്യകത വിതരണം മറികടക്കുമ്പോൾ, അതായത് ആവശ്യകത വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങളുടെ വിതരണം കുറവാണ്. ഇതിനാലാണ് ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ ബിസിനസ് സൈക്കിളിന്റെ ഉച്ചത്തിൽ എത്തിയാൽ ഈ ഇൻഫ്ലേഷൻ വ്യത്യസ്തമായി ബാധിക്കും. വ്യത്യസ്ത വ്യവസായങ്ങളെ വ്യത്യസ്ത രീതിയിൽ. ചില വ്യവസായങ്ങൾ ഉണ്ട്
അവ ഈ ഇൻഫ്ലേഷൻ ഉപഭോക്താക്കൾക്ക് പാസ് ഓൺ ചെയ്യുന്നു, അതായത് നിർമ്മാണ ചെലവ് ഉപഭോക്താക്കൾക്ക് പകരം നൽകുന്നു. പ്രത്യേകമായ ഏതെങ്കിലും വസ്തുവിൻ്റെ വിലകൾ അവർ വർദ്ധിപ്പിക്കുന്നു. അതിനാൽ അവരുടെ വരുമാനവും ലാഭവും ഇൻഫ്ലേഷനിൽ നിന്ന് ബാധിക്കപ്പെടാതെ തുടരുന്നു, കാരണം അവർ ചെലവ് ഉപഭോക്താക്കൾക്ക് പാസ് ഓൺ ചെയ്തിരിക്കുന്നു. മന്ദഗതിയുടെ ഘട്ടത്തിലും ചില കമ്പനികൾ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു, അല്ലെങ്കിൽ ചില വ്യവസായങ്ങൾ മറ്റ് കമ്പനികളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഡിഫൻസ് ഇൻഡസ്ട്രികൾ പോലെ തന്നെ കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, ഫാർമസ്യൂട്ടിക്കൽസ്, FMCG എന്നിവയും ഉൾപ്പെടുന്നു. ഈ സെക്ടറുകൾ മന്ദഗതിയിലായാലും പ്രവർത്തനം തുടരുന്നവയാണ്. മന്ദഗതിയിലായാലും ഫാർമസ്യൂട്ടിക്കൽസ്, FMCG എന്നിവ പ്രവർത്തനം തുടരുന്നു. ഈ സെക്ടറുകൾ മന്ദഗതിയിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഉപഭോക്താക്കളുടെ ചെലവിടുന്ന ശേഷി കുറയുന്നതായി കാണപ്പെടുന്നു. എങ്കിലും ആളുകൾ ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾക്കായെങ്കിലും ചെലവിടുന്നത് തുടരുന്നു. അതിനാൽ ഈ രീതിയിൽ പോലും ചില കമ്പനികൾ മന്ദഗതിയിലായാലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് നോക്കൂ, അനലിസ്റ്റ് പരിശോധിക്കേണ്ടത് കമ്പനിയുടെ അവസ്ഥ ഏതാണ്, അതായത് കമ്പനി ലൈഫ് സൈക്കിളിൻ്റെ ഏത് ഘട്ടത്തിലാണ് എന്നതനുസരിച്ച് കമ്പനി തിരഞ്ഞെടുക്കണം. ഈ ഗ്രാഫ് നോക്കൂ. ആദ്യം പരിചയപ്പെടുത്തൽ ഘട്ടം, പിന്നെ വളർച്ചാ ഘട്ടം, അതിനുശേഷം പക്വതാഘട്ടം, ഒടുവിൽ ഇടിവ് ഘട്ടം. നമുക്ക് മനസ്സിലാക്കാം ഇൻട്രൊഡക്ഷൻ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഗ്രോത്ത് ഘട്ടം എന്താണ്, മെച്യൂരിറ്റി എങ്ങനെയാണ്. അതിനുശേഷം നാം ഡിക്ലൈൻ ഘട്ടത്തിലേക്ക് പോകാം. ആദ്യം സംസാരിക്കാം. ഇൻട്രൊഡക്ഷൻ ഘട്ടം എന്നത് കമ്പനിയുടെ ആ ഘട്ടമാണ്. അവിടെ ഇൻഡസ്ട്രിക്ക് വളരെ ചെറിയ ഒരു വിൽപ്പന മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അവരുടെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് വളരെ ചെറിയ ലാഭം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ലാഭം ഇപ്പോഴും വരാൻ തുടങ്ങിയിട്ടില്ല. അവർക്ക് മാർക്കറ്റിൽ തങ്ങളുടെ സ്ഥാനം സ്ഥാപിക്കേണ്ടതുണ്ട്. വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു, പക്ഷേ അവരുടെ മാർജിൻ വളരെ കുറവാണ്, ലാഭം വളരെ കുറവാണ്. കാരണം ഈ കേസിൽ മത്സരം വളരെ കൂടുതലായിരിക്കാം, കൂടാതെ ആ പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് പ്ലേസ് ആ ഇൻഡസ്ട്രിയിൽ വളരെ ചെറുതായിരിക്കാം. അതിനാൽ സാധാരണയായി കമ്പനികളെ വ്യവസായത്തിൽ ഈ രീതിയിൽ കാണാറുണ്ട്. അവിടെയുള്ള വികസന ചെലവ് വളരെ കൂടുതലാണ്, കാരണം അവർക്ക് അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനാലാണ് ഇത് വ്യവസായ ജീവിത ചക്രത്തിലെ പരിചയപ്പെടുത്തൽ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതായി വളർച്ചയുടെ ഘട്ടം വരുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ. ഈ ഘട്ടത്തിൽ മാർക്കറ്റ് നിങ്ങളുടെ ഉൽപ്പന്നം പൂർണ്ണമായും വികസിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ വിറ്റു തുടങ്ങിക്കഴിഞ്ഞു, കൂടാതെ നിങ്ങളുടെ സേവനങ്ങൾ വ്യവസായത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ സേവനത്തിൽ ഉണ്ടെങ്കിൽ ഒരു വിധത്തിൽ നിങ്ങൾ വ്യവസായത്തിൽ സ്ഥിരത നേടിയിട്ടുണ്ട്, കൂടാതെ ആളുകൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങാൻ വളരെ ആകർഷിതരായിരിക്കുന്നു. നിങ്ങൾ കാണും, ഈ ഘട്ടത്തിൽ വ്യവസായത്തിലെ സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. ഈ ഘട്ടത്തിൽ ഒരു കമ്പനി വളർച്ചാ ഘട്ടത്തിൽ എത്തുമ്പോൾ കമ്പനികൾ കുറവായിരിക്കും, കാരണം ഒരു കമ്പനി ആരംഭിക്കുമ്പോൾ തന്നെ പല കമ്പനികളും ഇൻട്രൊഡക്ഷൻ ഘട്ടത്തിൽ തന്നെ അടച്ചുപൂട്ടുന്നുവെന്ന് കാണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനി വളർച്ചാ ഘട്ടത്തിൽ എത്തിയാൽ ഇവിടെ മത്സരവും കുറവായിരിക്കും, കാരണം കമ്പനികൾ കുറവാണ്. അതിനാൽ നിങ്ങളുടെ മത്സരം വളരെ കുറവാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ ഘട്ടത്തിൽ ലാഭ മാർജിൻ സാധാരണയായി ഉയർന്നതായിരിക്കും, വളർച്ച കാരണം. നിങ്ങൾ ഇവിടെ ഉയർന്ന വളർച്ച, അബിയോ, GPS എന്നിവ കാണുന്നു. നിങ്ങളുടെ എല്ലാ അനുപാതങ്ങളും ഇവിടെ ഉയർന്നതായിരിക്കും. കമ്പനിയുടെ ലാഭം ഇവിടെ വളരെ ഉയർന്നതായിരിക്കും. ഈ ഘട്ടത്തിന് ശേഷം വരുന്നത് മെച്യൂരിറ്റി, അതായത് മെച്യൂർ ഇൻഡസ്ട്രി ഗ്രോത്ത് ആണ്. ഇതിനുശേഷം നിങ്ങളുടെ പക്വത വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ വളരെ നല്ല രീതിയിൽ വിറ്റുപോകുന്നു. നിങ്ങളുടെ ലാഭ മാർജിൻ വളരെ ഉയർന്നതാണ്. നിങ്ങൾ വളരെ നല്ല പണം സമ്പാദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്ത്? ഇപ്പോൾ നിങ്ങൾ മെച്യൂരിറ്റി ഘട്ടത്തിൽ എത്തി. അർത്ഥം, ഇത് ഒരു വ്യവസായത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഘട്ടം എന്നാണ് സാധാരണയായി കാണുന്നത്. അർത്ഥം, വളരെ നീണ്ട സമയത്തേക്ക് ഒരു പ്രത്യേക കമ്പനി മെച്യൂരിറ്റി ഘട്ടത്തിൽ തുടരാൻ കഴിയും. അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഈ ഘട്ടത്തിൽ സാധാരണയായി കാണുന്നത് ഒരു കമ്പനിയുടെ വളർച്ചാ നിരക്ക് ആ വ്യവസായത്തിലെ ശരാശരി വളർച്ചാ നിരക്കുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എങ്ങനെയാണോ നടക്കുന്നത്, അതേ രീതിയിലാണ് ആ പ്രത്യേക കമ്പനിയുടെ വളർച്ചാ നിരക്കും നടക്കുക. അതായത് നിങ്ങളുടെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കിനൊപ്പം തന്നെ ആ കമ്പനി മുന്നോട്ട് പോകും. ഈ ഘട്ടത്തിൽ മത്സരം കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ മെച്യൂരിറ്റി ഘട്ടത്തിൽ നിരവധി കമ്പനികൾ ഉണ്ടാകാമെന്നതിനാൽ ഇത് നിങ്ങളുടെ ലാഭവിഹിതം സാധാരണ നിലയിലേക്ക് കുറയ്ക്കുന്നു.
ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭ മാർജിൻ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഉയർന്ന ലാഭം നേടാൻ ശ്രമിക്കാൻ കഴിയില്ല. പക്വതയുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വളർച്ച നിലനിർത്തുക മാത്രമാണ്. അതിനായി നിങ്ങളുടെ ലാഭ മാർജിൻ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നാം ഇടിവ് ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാം. വളർച്ചയുടെ കുറവും ഇടിവും. ഇത് ആ കമ്പനിയോ ആ ഘട്ടമോ ആണ്. ഇവിടെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഉള്ള ഡിമാൻഡ് കുറയുകയും അതിനനുസരിച്ച് സെയിൽസ് കുറയുകയും ചെയ്യും. നിങ്ങളുടെ ലാഭവും മാർജിനുകളും സമ്മർദ്ദത്തിലാകും. ചിലപ്പോൾ പല കമ്പനികളും ഇവിടെ നെഗറ്റീവ് ലാഭം പോലും കാണാറുണ്ട്. അതിനാൽ ഒരു വിധത്തിൽ ഇവിടെ നിന്നാണ് നിങ്ങളുടെ നെഗറ്റീവ് ഘട്ടം അല്ലെങ്കിൽ ഇടിവ് ഘട്ടം ആരംഭിക്കുന്നത്. ഇവയാണ് ആ 4 മാർക്കറ്റ് ചക്രങ്ങൾ, അതായത് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ എന്ന് പറയാവുന്ന ഘട്ടങ്ങൾ: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, പിന്നെ ഡിക്ലൈൻ ഘട്ടം. ഇപ്പോൾ നാം കമ്പനി വിശകലനത്തെക്കുറിച്ച് സംസാരിക്കാം. നാം മാക്രോ ഇക്കണോമിക് വിശകലനം കണ്ടു, നാം ഇൻഡസ്ട്രിയൽ വിശകലനം കണ്ടു. ഇപ്പോൾ കമ്പനി വിശകലനത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ടോപ്പ് ഡൗൺ സമീപനത്തിൽ സ്റ്റോക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ അവസാന ഘട്ടമാണ്. അതായത് സ്റ്റോക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. കമ്പനി വിശകലനം നമുക്ക് വേണം വാല്യൂ സ്റ്റോക്ക് കണ്ടെത്താൻ, കമ്പനിയുടെ മൂല്യം കണ്ടെത്താനും പ്രത്യേകമായ ഷെയർ വില കണ്ടെത്താനും. അതനുസരിച്ച് അതിന് നിരവധി ഘടകങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് നാം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കാം. അത് ഒരു വിശകലനത്തിന് തുടക്ക പോയിന്റ് ആയിരിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വിശകലനം, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ, കമ്പനിയുടെ എല്ലാ അക്കൗണ്ടുകളും നാം പരിശോധിക്കാം. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്പറുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നൽകിയിരിക്കുന്നതും നാം കാണാം. കമ്പനിയുടെ റേഷ്യോകളും കാണേണ്ടതാണ്. അവരുടെ ഇൻഡസ്ട്രി ട്രെൻഡുകളും ചരിത്രപരമായ ശരാശരികളും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയുടെ വിശകലനം നടത്താം. അതിൻ്റെ സ്റ്റോക്ക് വിലയിലേക്കും എത്താം. ഇത് ഏതൊരു കമ്പനിയുടെ സ്റ്റോക്ക് വിശകലനം ചെയ്യുന്നതിനും കമ്പനിയെ വിശകലനം ചെയ്യുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കമ്പനി വിശകലനത്തിന് ഇതൊരു ഭാഗം കൂടിയാണ്. കമ്പനി വിശകലനം നമ്മെ പഠിപ്പിക്കുന്നത് കമ്പനിയുടെ മത്സരതന്ത്രങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യണം എന്നതും ഉൾപ്പെടുന്നു. ഒരു കമ്പനി ഡിഫെൻസീവ് സ്ട്രാറ്റജിയും പിന്തുടരാം. കമ്പനി 2 തന്ത്രങ്ങൾ ഉപയോഗിക്കാം. ഒന്ന് ഡിഫെൻസീവ് സ്ട്രാറ്റജി, മറ്റൊന്ന് അഗ്രസീവ് സ്ട്രാറ്റജി. ഡിഫെൻസീവ് സ്ട്രാറ്റജിയിൽ കമ്പനി തങ്ങളെ അങ്ങനെ പൊസിഷൻ ചെയ്യുന്നു. അവരുടെ മത്സരശക്തികൾക്ക് ഉള്ള കഴിവുകൾക്കാൾ മാത്രം തങ്ങൾ കുറവാണ്. അതായത് ഏറ്റവും മികച്ച കമ്പനിയെ എത്തിച്ചേരാൻ നിങ്ങൾ ശ്രമിക്കുന്നു, പക്ഷേ അവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ അഗ്രസീവ് സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കമ്പനി തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഒരു മത്സരശക്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതായത് നിങ്ങൾ ഒരു തരത്തിൽ ബെഞ്ച്മാർക്ക് സജ്ജമാക്കുന്നു. ഇൻഡസ്ട്രിയിൽ ഈ 2 രീതികളിലാണ് മത്സര സ്ട്രാറ്റജികൾ ഉണ്ടാകുന്നത്. അതിനാൽ കമ്പനി വിശകലനം അതിൻ്റെ മത്സര സ്ട്രാറ്റജിയുടെ വിശകലനവും ഉൾക്കൊള്ളുന്നു. അതിനാൽ കമ്പനി വിശകലനത്തിൽ നമ്മൾ കാണുമ്പോൾ കമ്പനിയുടെ 2 പ്രധാന വിശകലനങ്ങൾ കാണുന്നത് വളരെ പ്രധാനമാണ്. മൈക്കൽ പോർട്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന 2 പ്രധാന സ്ട്രാറ്റജികൾ ഉണ്ട്. ഒന്നാമത് കോസ്റ്റ് ലീഡർഷിപ്പ്, രണ്ടാമത് ഡിഫറൻഷിയേഷൻ. നമുക്ക് മനസ്സിലാക്കാം കോസ്റ്റ് ലീഡർഷിപ്പ് എന്നത് എന്താണെന്ന്. ആദ്യം നാം ഈ വിഭാഗത്തിൽ വരുന്ന സ്ഥാപനത്തെ നോക്കാം. ഒരു സ്ഥാപനത്തിന് വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയണം. അർത്ഥം ആ പ്രത്യേക സ്ഥാപനത്തിന് അവരുടെ ഉൽപ്പാദന ചെലവ് വളരെ കുറവായിരിക്കണമെന്നതാണ് ആഗ്രഹം. അവരുടെ ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ചെലവ് വളരെ കുറവായിരിക്കണം. അതിനാൽ അവർ അതിനെ നല്ല മാർജിനിൽ വിറ്റ് നല്ല ലാഭം നേടാൻ കഴിയണം. അതിനാലാണ് ഒരു വ്യവസായത്തിലെ കോസ്റ്റ് ലീഡർ എന്നത്. അവർ ഒരു വിധത്തിൽ കോസ്റ്റ് ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ കോസ്റ്റ് അഡ്വാൻറ്റേജ് വ്യവസായം തോറും വ്യത്യാസപ്പെടുന്നു. ഇവിടെ കോസ്റ്റ് ലീഡർഷിപ്പിൽ പ്രധാനമായും കമ്പനി നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നം നൽകുകയാണ് ചെയ്യുന്നത്. ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫർം തന്നെ വളരെ യുണീക്കായ രീതിയിൽ അവതരിപ്പിക്കുകയും സ്ഥാനമുറപ്പിക്കുകയും ചെയ്യുന്നു. വ്യവസായത്തിനുള്ളിൽ ഉള്ള സാധ്യതകളിൽ അവരുടെ ഡിഫറൻഷിയേഷൻ വ്യവസായം തോറും വ്യത്യാസപ്പെടുന്നു. ആദ്യം നമ്മൾ കാണേണ്ടത് ബിസിനസ് മോഡൽ എന്താണെന്നതാണ്. ഒരു പ്രത്യേക വ്യവസായത്തിൽ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു, ആ കമ്പനിയുടെ ഉപഭോക്താക്കൾ ആരാണ് എന്നതും. ഉപഭോക്താക്കൾ വാങ്ങുന്ന ഉൽപ്പന്നം അവർ എന്തുകൊണ്ട് വാങ്ങുന്നു, വിൽക്കുന്നു, അതും കമ്പനി എങ്ങനെ അവരുടെ ഉപഭോക്താക്കളെ സേവിക്കുന്നു എന്നതും. ഇപ്പോൾ നാം ഇൻട്രിൻസിക് മൂല്യത്തിൻ്റെ കണക്കുകൂട്ടൽ സംബന്ധിച്ച് സംസാരിക്കാം. ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യം എങ്ങനെ കണക്കാക്കാം എന്നതാണ് ഇനി നോക്കേണ്ടത്.
എന്തെല്ലാം രീതികളാണ് നാം സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് മൂല്യം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്? ആദ്യത്തേതായി വരുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡലാണ്. നോക്കൂ, ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഒരു ഷെയറിൻ്റെ വിലയും അതിൻ്റെ ഇൻട്രിൻസിക് മൂല്യവും കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽ, അതായത് നാം ഡിസേഫ് എന്ന് വിളിക്കുന്നതും അനലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ സമീപനങ്ങളിൽ ഒന്നാണ്. ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഭാവിയിലെ ക്യാഷ് ഫ്ലോകളുടെ സ്ട്രീം, ക്യാഷ് ഫ്ലോയുടെ സമയക്രമം, നിക്ഷേപകർക്ക് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ നിരക്ക്, ഇതിനെ നാം ഡിസ്കൗണ്ട് റേറ്റ് എന്നും വിളിക്കുന്നു. ഇവ 3 കാര്യങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പിന്നെ അത് ഒരു ലളിതമായ ഗണിതം മാത്രമാണ്. പ്രസന്റ് വാല്യൂ കണ്ടെത്തുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു സാധ്യതയുള്ള നിക്ഷേപകൻ ഇന്ന് എത്ര പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ഇത് സൂചിപ്പിക്കും. അതിനു പകരം അവന് ഒരു കാലയളവിൽ ലഭിക്കുന്ന ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോകളുടെ ശ്രേണി. അപ്പോൾ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തഡ് നമ്മെ ഇതാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും സംസാരിക്കുന്നത് ക്യാഷ് ഫ്ലോയെക്കുറിച്ചാണ്. നാം ഒരു കമ്പനിക്ക് മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഫ്ലോയാണ്. അതായത് ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും, ഏത് ഘട്ടത്തിൽ എത്ര ഇൻഫ്ലോയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ബിസിനസ്സിൽ എത്ര ഇൻഫ്ലോകളാണ് ഉണ്ടായത്, എത്ര ഔട്ട്ഫ്ലോകളാണ് ഉണ്ടായത് എന്നതും അതുപോലെ പ്രധാനമാണ്. അതിനൊപ്പം ഡിസ്കൗണ്ട് റേറ്റ് എങ്ങനെ ഉപയോഗിച്ച് നാം ആ ഭാവിയിലെ ക്യാഷ് ഫ്ലോകൾ ഇന്ന് ഡിസ്കൗണ്ട് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നു എന്നതും അത്യന്തം പ്രധാനമാണ്. അപ്പോൾ വീണ്ടും ഇതാണ് ബിസിനസ് പ്രൊജക്റ്റ് ചെയ്യുന്നതിനുള്ള ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ രീതി. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ കാണാൻ 2 രീതികളുണ്ട്. ഏറ്റവും ആദ്യം നാം 2 രീതികളിൽ ഒരു ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ കാണുന്നു. ആദ്യത്തേതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർം. അതാണ് നാം FCF എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ എന്നത് നിങ്ങൾ ഡെപ്റ്റ് സംബന്ധിച്ചുള്ള പേയ്മെൻറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ക്യാഷ് ഫ്ലോ ആണ്. അതായത് ഡെപ്റ്റ് പേയ്മെൻറ്റ് കണക്കിലെടുക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള എല്ലാ പേയ്മെൻറ്റുകളും ഉൾപ്പെടുന്നു. അതായത് ഫർമിന് വേണ്ടിയുള്ള എല്ലാ ക്യാഷ് ഫ്ലോകളും പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ളവയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഈ ക്യാപിറ്റൽ എല്ലാ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടർമാർക്കും, അതായത് ഇക്വിറ്റിക്കും ഡെപ്റ്റിനും ലഭ്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡെപ്റ്റ് ബാധ്യതകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ക്യാഷ് ഫ്ലോ ആണ് ഇത്. അതേ പണമൊഴുക്കുകൾ തന്നെ സ്വീകരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ക്യാഷ് ഫ്ലോയിൽ നിന്ന് കുറച്ച് കാണിക്കേണ്ടതില്ല. ഏതെങ്കിലും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറയ്ക്കേണ്ടതില്ല. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ SFF കണക്കാക്കുമ്പോൾ മുഴുവൻ ക്യാഷ് ഫ്ലോ അതേപോലെ തന്നെ ഉപയോഗിക്കപ്പെടും. നിങ്ങൾ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർം കണക്കാക്കുമ്പോൾ, കാരണം ഇത് 2 ക്യാപിറ്റലുകൾക്കുമാണ്, അതായത് ഇക്വിറ്റിയും ഡെറ്റും. രണ്ടാമത്തെ ക്യാഷ് ഫ്ലോ മെത്തഡ് എന്നത് വെറും ഇക്വിറ്റി ഇൻവെസ്റ്റർമാർക്കാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡെറ്റ് ഒബ്ലിഗേഷനുകളിലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ സക്കറിൽ നിന്ന്, അതായത് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർമിൽ നിന്ന് കുറയ്ക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓൺ ഡെറ്റ് കുറച്ച് നിങ്ങൾ എത്ര നെറ്റ് ബോറോ ചെയ്തുവോ അത് ചേർത്താൽ നിങ്ങൾ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഇക്വിറ്റിയിലേക്കാണ് എത്തുന്നത്. അതിനാൽ സക്കഫൽ വളരെ സിമ്പിളാണ്. ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ ഇക്വിറ്റിയിൽ ഇത് കമ്പ്യൂട്ട് ചെയ്യപ്പെടും. ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർമിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് നെറ്റ് ബോറോയിങ് ചേർക്കുമ്പോൾ അതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ ഇക്വിറ്റിയിൽ ചെയ്യേണ്ടത്. അതായത് നാം ഇൻട്രസ്റ്റ് ഒഴിവാക്കുകയും നെറ്റ് ബോറോയിങ് ചേർക്കുകയും ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ ഇക്വിറ്റി. ഇപ്പോൾ നാം ഡിസ്കൗണ്ട് റേറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാം. ഏത് മെതഡുകൾ ആണ് ഡിസ്കൗണ്ട് റേറ്റിനായി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് മനസ്സിലാക്കാം ഫാമിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കാം എന്ന്. നാം ഫാമിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർം എന്നത് വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വാറ്റ്സ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്നു. ഇത് ഡെറ്റും ഇക്വിറ്റിയും രണ്ടും പരിഗണിക്കുന്നു. അതിനാൽ നാം കണ്ടതുപോലെ സ്കഫ് അഥവാ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർം എന്നത് രണ്ടിനും ഡെറ്റും ഇക്വിറ്റിയും ബാധകമാണ്. അത് ഡെറ്റ് ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഹോൾഡേഴ്സിനും രണ്ടുപേർക്കും ബാധകമാണ്. അതായത് നാം ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബാധ്യതകൾ മൈനസ് ചെയ്യുന്നതിന് മുമ്പുള്ള ക്യാഷ് ഫ്ലോയുടെ ശ്രേണിയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നാം ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഫർം കണക്കാക്കുമ്പോൾ അതിനെ നാം ഡിസ്കൗണ്ട് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വാറ്റ് ഉപയോഗിച്ചാണ്. കാരണം അതിൽ ഡെറ്റും ഇക്വിറ്റിയും രണ്ടും പരിഗണിക്കപ്പെടുന്നു. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഫോർമുലയാണ് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് എക്വിറ്റി വെയ്റ്റ് ഓഫ് എക്വിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വെയ്റ്റ് ഓഫ് ഡെപ്റ്റ്.
നാം കോസ്റ്റ് ഓഫ് ഡെബിറ്റ് കണക്കാക്കുമ്പോൾ അതിനെ പ്രീടാക്സ് അടിസ്ഥാനത്തിൽ കണക്കാക്കും. അതായത് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് അനുസരിച്ച് ഒന്ന് ടാക്സ് റേറ്റ് ഉപയോഗിച്ച് കണക്കാക്കും. ടാക്സ് റേറ്റ് കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വാക്. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നാം എങ്ങനെ വെയ്റ്റ് ഓഫ് വാല്യൂ ഇക്വിറ്റി കണക്കാക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. നാം ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി കണക്കാക്കുകയാണെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉപയോഗിച്ചായിരിക്കും. അതിനാൽ ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മെത്തഡ് ഉപയോഗിക്കും. ഇതിൽ ക്യാപ് മെത്തഡ് അഥവാ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഉപയോഗിക്കും. ഇതിൽ നാം ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ആസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കാനുള്ള ഫോർമുലയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ റിസ്ക് പ്രീമിയം. അതായത് റിസ്ക് ഫ്രീ റേറ്റിൽ നാം ബീറ്റയും റിസ്ക് പ്രീമിയവും ചേർക്കും. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്നത് നാം ബീറ്റയുമായി ഗുണിക്കും. അത് അർത്ഥം നാം റിസ്ക് ഫ്രീ റേറ്റിൽ നിന്ന് അധികം സമ്പാദിച്ചതെല്ലാം ബീറ്റയുമായി ഗുണിച്ച് ആ മൂല്യം റിസ്ക് ഫ്രീ റേറ്റിൽ ചേർക്കും. അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ലഭിക്കും. ഇത് വീണ്ടും ഇക്വിറ്റി ഹോൾഡർമാരുടെ ഫ്രീ ക്യാഷ് ഫ്ലോ കണക്കാക്കാൻ ആവശ്യമാണ്. അതിനാൽ കണക്കാക്കാൻ നാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതായത് ക്യാപ് മോഡൽ ഉപയോഗിക്കും. ഇത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആസറ്റ് അടിസ്ഥാനത്തിലുള്ള മൂല്യനിർണ്ണയത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ബിസിനസ്സുകൾ വളരെ ആസറ്റ് അധിഷ്ഠിതമായവയാണ്. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ്, ഷിപ്പിംഗ്, ഏവിയേഷൻ ബിസിനസ് എന്നിവ. ഇതിൽ നമുക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല. ബിസിനസ്സിന്റെ മൂല്യമുള്ളതെല്ലാം കുറയ്ക്കേണ്ടതാണ്. അത് എന്നാൽ ആസറ്റുകളിൽ നിന്ന് ലൈബിലിറ്റികളുടെ മൂല്യം കുറയ്ക്കുക അഥവാ ആസറ്റുകളിൽ നിന്ന് ലൈബിലിറ്റികൾ മൈനസ് ചെയ്യുക. എല്ലാ ആസറ്റുകളും കണക്കാക്കുമ്പോൾ അതാണ് നിങ്ങളുടെ മൂല്യനിർണ്ണയം. അതിനെയാണ് നാം ആസറ്റ് അടിസ്ഥാന മൂല്യനിർണ്ണയം എന്ന് വിളിക്കുന്നത്. ഇനി നാം PE അനുപാതത്തെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ അനലിസ്റ്റ്. സ്റ്റോക്കിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന അളവുകൂട്ടൽ രീതിയാണ് പ്രൈസ് ടു എർണിംഗ് റേഷ്യോ. അതിനെയാണ് നാം PE റേഷ്യോ എന്നും വിളിക്കുന്നത്. PE റേഷ്യോ കണക്കാക്കാൻ നാം സ്റ്റോക്ക് വിലയെ EPSൽ EPS വിഭജിക്കും. അതായത് സ്റ്റോക്ക് വില വിഭജിച്ചാൽ EPS. അതാണ് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ PE റേഷ്യോ ഇതായിരിക്കും. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് 100 രൂപന് ട്രേഡ് ചെയ്യുകയാണെന്നും അതിന്റെ EPS 5 ആണെങ്കിൽ PE 20 തവണയായിരിക്കും. ചരിത്രപരമായി നോക്കിയാൽ PE എന്നത് നിലവിലെ വിലയെ കഴിഞ്ഞ 4 ക്വാർട്ടറുകളിലെ EPSന്റെ മൊത്തത്തിൽ വിഭജിച്ചാണ് കണക്കാക്കുന്നത്. അതിനാൽ ചരിത്രപരമായ PE കണ്ടെത്താൻ കഴിഞ്ഞ 4 ക്വാർട്ടറുകളുടെ EPSന്റെ മൊത്തം കൂട്ടി അതിനെ മാർക്കറ്റ് പ്രൈസിൽ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലീഡിംഗ് PE കണ്ടെത്തണമെങ്കിൽ നിലവിലെ സ്റ്റോക്ക് വിലയെ അടുത്ത 4 ക്വാർട്ടറുകൾക്കുള്ള EPS അനുമാനങ്ങളുടെ മൊത്തത്തിൽ വിഭജിക്കണം. അതിനാൽ ഫോർവേഡ് PE കണ്ടെത്താൻ അടുത്ത 4 ക്വാർട്ടറുകളുടെ അനുമാനിച്ച EPS നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. മാർക്കറ്റ് പ്രൈസ് അടുത്ത 4 ക്വാർട്ടറുകൾക്കുള്ള EPS അനുമാനത്തിൽ വിഭജിച്ചാൽ അതാണ് നിങ്ങളുടെ ഫോർവേഡ് EPS ഇവിടെ ലഭിക്കുന്നത്. നോക്കൂ, ലളിതമായ കാര്യമാണ്. നിങ്ങൾ സമ്മതിക്കുന്നു സ്റ്റോക്ക് നമ്മെ EPS എന്താണെന്ന് പറയുന്നു. EPS അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ PE സ്റ്റോക്ക് PE നമ്മെ എന്താണ് പറയുന്നു? സ്റ്റോക്ക് PE നമ്മെ പറയുന്നു ഒരു നിക്ഷേപകൻ 1 രൂപയുടെ വരുമാനം നേടാൻ എത്ര രൂപ നൽകാൻ തയ്യാറാണ് എന്നത്. അർത്ഥം 1 രൂപ സമ്പാദിക്കാൻ അവൻ എത്ര പണം നൽകുന്നു എന്നതാണ്. അതിനാൽ ഒരു സ്റ്റോക്കിന്റെ PE 10 രൂപ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു നിക്ഷേപകൻ 1 രൂപ സമ്പാദിക്കാൻ 10 രൂപ നിക്ഷേപിക്കണം എന്നതാണ്. അതിനാൽ ഒരു നിക്ഷേപകൻ ഓരോ 1 രൂപ വരുമാനത്തിനും 10 രൂപ നൽകാൻ തയ്യാറാണ്. അതാണ് കമ്പനി സൃഷ്ടിക്കുന്ന വരുമാനം. ഇതാണ് പ്രൈസ് ടു എർണിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസിലെ ഈ എല്ലാ കാര്യങ്ങളും ഇവയെല്ലാം ചെയ്ത് നാം ഒരു സ്റ്റോക്കിന്റെ ഇൻട്രിൻസിക് മൂല്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഇപ്പോൾ നാം ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് സംസാരിക്കാം. ടെക്നിക്കൽ അനാലിസിസും ഷോർട്ട് ടേം നിക്ഷേപങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നിക്കൽ അനാലിസിസിൽ ചില പാറ്റേണുകൾ ഉണ്ട്. അവയാണ് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസ്റ്റുകൾ നോക്കുന്നത്. അവർ ഭാവിയിലെ വിലകൾ പ്രവചിക്കുന്നത്, ചരിത്രത്തിൽ വിലകൾ എങ്ങനെ നീങ്ങിയിട്ടുണ്ട്, ഇപ്പോഴത്തെ വിലകൾ എങ്ങനെ മാറുന്നു, വിലയുടെ ചലനരീതി, വോള്യൂമുകൾ, ചാർട്ടുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് ഒരു ടെക്നിക്കൽ അനാലിസ്റ്റ് നിങ്ങളുടെ സ്റ്റോക്ക് വില തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ 3 പ്രധാന ഘടകങ്ങൾ ഉണ്ട്. പഴയ വിലകളുടെ ചരിത്രം, നിങ്ങളുടെ ട്രേഡിംഗ് വോള്യം ഡാറ്റ, എത്ര വോള്യത്തിൽ ബൈയിങ് വന്നിട്ടുണ്ട്, സെല്ലിംഗ് വന്നിട്ടുണ്ട്, കൂടാതെ ഒരു നിശ്ചിത സമയപരിധിയിൽ ഇതെല്ലാം. അതിനാൽ ഇതെല്ലാം ഈ കാര്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നാം ടെക്നിക്കൽ അനാലിസിസിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വളരെ ഭാരമുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെറും വിലയും വോള്യവും നോക്കി തന്നെ വിലയിരുത്താൻ കഴിയും.
അതായത് ഒരു സ്റ്റോക്കിൽ വളരെ നല്ല ലെവലിൽ നിന്ന് വലിയ ബൈയിങ് വന്നിട്ടുണ്ട്, അതും വളരെ വലിയ വോള്യവുമായി ബൈയിങ് നടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വെറും ചാർട്ട് നോക്കി തന്നെ പറയാൻ കഴിയും, മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വില കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ ബൈയിങ് വന്നിട്ടുണ്ട് എന്നത് അത്രയും ഇൻവെസ്റ്റർമാർ ഇത് വാങ്ങിയിട്ടുണ്ട് എന്നർത്ഥമാണ്. അതിനാൽ അവർ മുന്നോട്ട് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ സ്റ്റോക്ക് വില ഉയരാൻ കാരണമാകുന്ന എന്തോ കാണുന്നുണ്ടാവും. അതിനാൽ വളരെ നല്ലതാണ് നാം ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചും ഒരു സ്റ്റോക്കിൽ നിക്ഷേപം നടത്താൻ കഴിയും. ടെക്നിക്കൽ ചില ഇൻഡിക്കേറ്ററുകൾ ഉണ്ട്, അവയെക്കുറിച്ച് സംസാരിക്കാം. ചില റൂളുകളും ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളും ഉണ്ട്. ആദ്യം വരുന്നത് ട്രെൻഡ് ലൈൻ അനാലിസിസ്, പിന്നെ മൂവിംഗ് അവറേജ്, അതിനുശേഷം ബോളിഞ്ചർ ബാൻഡ് അനാലിസിസ്. നോക്കൂ, ട്രെൻഡ് ലൈൻ അനാലിസിസ് ഏറ്റവും ആദ്യം. ട്രെൻഡ് ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയാണ് ബൈ പോയിന്റ്, സെൽ പോയിന്റ്, എവിടെയാണ് എൻട്രി ചെയ്യേണ്ടത്, എവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് എന്നതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ ഏത് ട്രെൻഡ് ആണ് ഫോളോ ചെയ്യുന്നത് കാണിക്കുന്നു. ഈ ചാർട്ട് മനസ്സിലാക്കൂ. ആദ്യം ഡിക്ലൈൻ ചാനൽ ആയിരുന്നു, ശേഷം ബൈ പോയിന്റ് വന്നു, പിന്നെ മുഴുവൻ ട്രെൻഡ് മേലോട്ട് നീങ്ങി തുടങ്ങി. എത്ര തവണ മേലോട്ട് പോയി, താഴോട്ട് വന്നു, വീണ്ടും മേലോട്ട് പോയി, വീണ്ടും താഴോട്ട് വന്നു. അങ്ങനെ പോയപ്പോൾ ബുയിങ് കൂടുതലാണ്, സെല്ലിംഗ് കുറവാണ്. ഇതിനെ നാം ബൈ ട്രെൻഡ് എന്ന് വിളിക്കും. മാർക്കറ്റ് കൂടുതലായി ഉയരുമ്പോൾ താഴ്ന്നു 10%, ഉയർന്നു 2%, താഴ്ന്നു 10%, ഉയർന്നു 2%, താഴ്ന്നു. ഈ ട്രെൻഡ് തുടരുന്നിടത്തോളം അതിനെ അപ് ട്രെൻഡ് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം പീക്ക് എത്തിച്ചേരുമ്പോൾ ഫ്ലാറ്റ് ട്രെൻഡ് ആണ് നടന്നത്. അർത്ഥം മുൻപ് ഉണ്ടായ ലോ പോലും തകർക്കുന്നില്ല, മാർക്കറ്റും അതിന്റെ ഹൈയും തകർക്കുന്നില്ല. വളരെ റേഞ്ച് ബൗണ്ട് ട്രെൻഡിലാണ് ഇത് നടക്കുന്നത്. ഇത് ഫ്ലാറ്റ് ട്രെൻഡ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ മാർക്കറ്റ് മുൻപ് ഉണ്ടായ ലോ തകർത്തു താഴേക്ക് പോകുമ്പോഴും നോക്കൂ, ലോ അതായത് ലോവർ ഉണ്ടാക്കുന്നു. ലോവർ എന്ന് നമ്മൾ പറയും. അതിനെ ഡിക്ലൈനിങ് ട്രെൻഡ് എന്നാണ് വിളിക്കുന്നത്. അവിടെ നിങ്ങളുടെ ട്രെൻഡ് ഡിക്ലൈൻ ആയി, പിന്നെ വീണ്ടും മുൻപ് ഉണ്ടായ വലിയ ലോയുടെ അടുത്ത് എത്തുമ്പോൾ അത് വീണ്ടും ഒരു എൻട്രി പോയിന്റ് ആയി മാറുന്നു. അതിനാൽ ഫണ്ടമെന്റൽ, ടെക്നിക്കൽ അനാലിസിസ് എന്നിവയിലൂടെ ഇവയെല്ലാം നോക്കി ഒരു സ്റ്റോക്ക് പ്രൈസ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനുശേഷം മൂവിംഗ് അവറേജ് അനാലിസിസ് വരുന്നു. ഇതിനുശേഷം ഏറ്റവും പ്രശസ്തമായ ടെക്നിക്കൽ അനാലിസിസ് ഇൻഡിക്കേറ്ററാണ്. അതിൽ നാം 5 ദിവസം, 10 ദിവസം, 30, 50, 100, 200 ദിവസങ്ങളിലെ മൂവിംഗ് അവറേജ് കണക്കാക്കുന്നു. എപ്പോഴെങ്കിലും ശരാശരി വില ഈ കണക്കാക്കിയ ഡെയിലി അവറേജിന്റെ ദിവസങ്ങളുടെ ശരാശരിക്ക് അടുത്ത് എത്തുമ്പോൾ വിലയുടെ ചലനം വേഗത്തിൽ നടക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ 50 ദിവസത്തെ ശരാശരി 100 ദിവസത്തെ ശരാശരിക്ക് അടുത്ത് എത്തിയാൽ, വില താഴേക്ക് എത്തിയാൽ നിങ്ങൾ ആശ്രയിക്കാം. അവിടെ നിങ്ങൾക്ക് കുറച്ച് ബൈയിങ് ആരംഭിക്കാമെന്ന് കരുതപ്പെടുന്നു. ബോളിഞ്ചർ ബാൻഡ് വിശകലനം എന്താണ്? ഇത് വെറും ഒരു സാധാരണ ഡിസ്ട്രിബ്യൂഷനാണ്. നാം എങ്ങനെ കണക്കാക്കും എന്നതിൻ്റെ രീതിയാണ്. അത് മാർക്കറ്റ് വിലയുടെ മൂവിംഗ് അവറേജിൽ നിന്ന് ഉള്ള വ്യത്യാസമാണ്. അർത്ഥം മൂവിംഗ് അവറേജും മാർക്കറ്റ് വിലയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ നടക്കുന്നത് മൂവിംഗ് അവറേജിനും മാർക്കറ്റ് വിലയ്ക്കും ഇടയിൽ എത്ര വ്യത്യാസമുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് വില, അതായത് ഗോൾ വില, സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ഉപയോഗിച്ച് മൂവിംഗ് അവറേജിന് മുകളിലേക്ക് പോയാൽ ആ സ്റ്റോക്ക് ഓവർബോട്ട് ആയി കണക്കാക്കാം, അതായത് ഓവർവെയ്റ്റ് ആയി പോയി എന്ന് പറയുന്നു. അതുപോലെ വില സ്റ്റാൻഡേർഡ് ഡെവിയേഷനിൽ നിന്ന് താഴേക്ക്, അതായത് മൂവിംഗ് അവറേജിന്റെ 2 സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ താഴേക്ക് പോയാൽ വിലയുടെ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ മൂവിംഗ് അവറേജിന് താഴേക്ക് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ആ സ്റ്റോക്ക് ഓവേഴ്സോൾഡ് ആയി കണക്കാക്കാം. ഇവയാണ് ടെക്നിക്കൽ അനാലിസിസിൽ പ്രവർത്തിക്കുന്ന 3 കാര്യങ്ങൾ. കോർപ്പറേറ്റ് ഗവേണൻസ് മനസ്സിലാക്കുന്നതിൽ കോർപ്പറേറ്റുകൾ എങ്ങനെ ഗവേൺ ചെയ്യപ്പെടുന്നു എന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതിൽ ഉൾപ്പെടുന്നത്. ഇത് എല്ലാം നിങ്ങളുടെ ഗവൺമെന്റിന്റെ മേൽ ആശ്രയിച്ചിരിക്കുന്നു, അതായത് ഗവൺമെന്റ് അസ്പെക്റ്റുകൾ എങ്ങനെയാണ് എന്നതിൽ. റൂളുകളും റെഗുലേഷനുകളും ഉൾപ്പെടുന്നു, കോൺട്രാക്റ്റുകളും ഉൾപ്പെടുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് സ്റ്റാൻഡേർഡുകളുടെ ലിസ്റ്റ്. ഓഡിറ്റ് പ്രോസസ്സും ഉണ്ട്. ഇത് രാജ്യത്തു നിന്നും സമയത്തു നിന്നും കമ്പനി സൈസ്, ഉടമസ്ഥത അനുസരിച്ച് ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഗവൺമെന്റ് എങ്ങനെ നിങ്ങളുടെ പ്രാക്ടീസ് പിന്തുടരുന്നു എന്നതും അതിൽ ഉൾപ്പെടുന്നു. കോർപ്പറേറ്റ് പ്രാക്ടീസ് എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നതും അതുപോലെ. ഏത് നികുതികളാണ് ഉണ്ടെന്ന് അത് ഗവൺമെന്റിനും രാജ്യത്തു നിന്ന് രാജ്യത്തേക്കുമാണ് ആശ്രയിക്കുന്നത്. അതിനാൽ എവിടെയെങ്കിലും നിക്ഷേപം ചെയ്യുന്നതിന് മുമ്പ് കോർപ്പറേറ്റ് ഗവേണൻസ് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ചില സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തേത്, വ്യവസായങ്ങൾ വളർച്ചയും ഇടിവും വളരെ അടുത്ത് പൊതുവായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുടരുന്നു. മറ്റ് വ്യവസായങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൈക്ലിക്കൽ, കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, ഡിഫൻസ്, ഫിനാൻഷ്യൽ എന്നിവയുമായി. നാം കണ്ടത് സൈക്ലിക്കൽ വ്യവസായങ്ങൾ പൊതുവായ സാമ്പത്തിക സാഹചര്യങ്ങളെ വളരെ അടുത്ത് പിന്തുടരുന്നു എന്നതാണ്. മറ്റു വ്യവസായങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. ഇപ്പോൾ സാധാരണമായ അനുമാനത്തിൽ സ്റ്റോക്ക് ഡിവിഡൻഡ് സ്ഥിരമായ വളർച്ചാ നിരക്കിൽ ഉണ്ടെങ്കിൽ ഇൻട്രിൻസിക് മൂല്യം എത്രയാകും?
G1, G3, K9, G6 എന്നിവ നൽകിയാൽ ഇതിൽ നാം നേരിട്ട് ഫോർമുല ഉപയോഗിച്ചാൽ G1/K-G എന്നതാണ് ഫോർമുല. അതായത് 3/9 - 3 അതായത് 3/3. ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിന്റെ മൂല്യം 100 വരും. അതായത് സ്റ്റോക്കിന്റെ ഇൻട്രിൻസിക് മൂല്യം 100 രൂപയാകും. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം, റിലേറ്റീവ് വാല്യുവേഷൻ ടെക്നിക്കുകളിൽ സ്റ്റോക്കിന്റെ മൂല്യം അതിന്റെ നിലവിലെ വിലയെ അടിസ്ഥാനമാക്കി അതുമായി ബന്ധപ്പെട്ട വേരിയബിളുകളെ ആശ്രയിച്ചാണ് കണക്കാക്കുന്നത്. വാല്യുവേഷനിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന വേരിയബിളുകൾ ഉദാഹരണത്തിന് അർണിങ്സ്, കാഷ് ഫ്ലോ, ബുക്ക് വാല്യൂ എന്നിവയാണ്. നാം കണ്ടതുപോലെ ഒരു സ്റ്റോക്കിന്റെ മൂല്യനിർണ്ണയം അതിന്റെ അർണിങ്സിനെയും കാഷ് ഫ്ലോയെയും ബുക്ക് വാല്യൂവിനെയും ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. അതിനാൽ ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം എന്നതാണ്. കാരണം റേഷ്യോകൾ സ്റ്റോക്കിന്റെ വില അതിന്റെ അർണിങ്സുമായി താരതമ്യം ചെയ്യുന്നു. ഇത് വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നു. ഈ റേഷ്യോ, PB റേഷ്യോ, പ്രൈസ് കാഷ് ഫ്ലോ റേഷ്യോ, പ്രൈസ് സെയിൽസ് റേഷ്യോ എന്നിവയൊക്കെയാണ് പി റേഷ്യോ. ഉത്തരം എ ആണ്. പി റേഷ്യോ സ്റ്റോക്കിന്റെ വില അതിന്റെ അർണിങ്സുമായി താരതമ്യം ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരാം. മാർക്കറ്റ് റിസ്ക് എന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന റിസ്കിനെ സൂചിപ്പിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നാം സംസാരിക്കുന്നത് മാർക്കറ്റ് റിസ്ക് എന്താണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാം, ഇത് വിപണിയിലെ വിവിധ കളിക്കാർ സൃഷ്ടിക്കുന്ന വിലയുടെ ഡൈനാമിക്സ് ആണ്. വിലയുടെ ഡൈനാമിക്സ് വിപണിയിൽ വിവിധ കളിക്കാർ തീരുമാനിക്കുന്നതാണ്. ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം, അണ്ടർലയിങ് ബിസിനസിന്റെ ലാഭപ്രാപ്തി സൃഷ്ടിക്കുന്ന വിലയുടെ ഡൈനാമിക്സ്, സർക്കാർ ഇടപെടലുകൾ മൂലമുള്ള വിലയുടെ ഡൈനാമിക്സ്, ഇവയൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതിനാൽ വിപണിയിലെ റിസ്ക് മുഴുവൻ വിലയിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിനാൽ ഉത്തരം ഇതാണ്. വിപണിയിലെ വിലയുടെ ഡൈനാമിക്സ് വിവിധ കളിക്കാർ സൃഷ്ടിക്കുന്നു. ഗൈസ്, ഇതായിരുന്നു PMS ഡിസ്ട്രിബ്യൂഷൻ പരീക്ഷയുടെ 3ാം അധ്യായത്തിൽ നിന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ ദയവായി കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വീഡിയോ വേണമെങ്കിൽ അതും കമന്റിൽ പറയാം. അത് സംബന്ധിച്ച വീഡിയോ നിർമ്മിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. കൂടാതെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട സീരീസ് 5 സംബന്ധിച്ച വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോയി കാണാം. PMSന്റെ മറ്റ് ചാപ്റ്ററുകളുടെ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് PMS പ്ലേലിസ്റ്റിൽ പോകാം. അപ്പോൾ വീഡിയോയിൽ തുടർന്നുണ്ടായിരുന്നതിന് വളരെ നന്ദി.